ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാ സാധാരണക്കാർക്കും കിട്ടുന്ന തരത്തിലാണ് അത് രൂപകൽപ്പന ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രൗഡായിട്ട് എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ കഴിയും. വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ വീക്ഷിക്കുക. ഞാൻ പറഞ്ഞു പോകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ക്ലാരിറ്റി വരാതെ പോകുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് സംസാരിക്കുക, അതിനൊരു വ്യക്തത വരുത്തുക. നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോം മാത്രമല്ല, ഇതുകൂടാതെ ഫിസിക്കൽ മീറ്റിങ്ങുകൾ നമ്മുടെ എല്ലാ ജില്ലകളിലും കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ കമ്പനിയുടെ മഹത്തായിട്ടുള്ള ആശയം നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിവിടെ ചെലവാക്കുന്ന കുറച്ച് സമയം എനിക്ക് ഉറപ്പായിട്ടും അത് ഒരു വാക്ക് തരാൻ കഴിയും. അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക്, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗുണമായി വർത്തിക്കാൻ കഴിയുന്ന നന്മകളുള്ള ഒരു ജീവിതമായിട്ട് മാറാൻ സഹായിക്കുന്ന സമയമായിരിക്കും ഇവിടെ നിങ്ങൾ ഇതിനു വേണ്ടി വിനിയോഗിക്കുന്ന സമയം എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ അറിയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മുടെ ഈ ബയോട്ടോറിയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. വി ആർ പ്രൗഡ് ടു പ്രസന്റ് ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ, ഈ ബയോട്ടോറിയം. ഈ ബയോട്ടോറിയം ഇന്ന് കേരളത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കമ്പനിയുടെ ഹ്രസ്വമായിട്ട് നമ്മൾ ഈ കമ്പനിയുടെ പ്രൊഫൈലിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനിയുടെ MD ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന ബയോമാഗ്നറ്റിസത്തിലും നാനോ ടെക്നോളജിയിലും ഡോക്ടറേറ്റ് എടുത്തൊരു വ്യക്തിയാണ്. ഓൾറെഡി അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ആയിരക്കണക്കിന് സോഫ്റ്റ്വെയറുകൾ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചൊരു വ്യക്തി കൂടിയാണ് നമ്മുടെ MD. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിലെ ഓൺ സോഫ്റ്റ്വെയറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ സെല്ലിംഗ് കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ പറയാനുള്ളത് ഈ ബയോട്ടോറിയമാണ്. നമ്മുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസും ഫാക്ടറിയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ബോംബെയിലാണ്. ബോംബെയിലെ മീറാ റോഡ് ഈസ്റ്റിലെ ആണ് കമ്പനിയുടെ ഹെഡ് ഓഫീസും ഫാക്ടറിയും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് ദാദറിലാണ്, കോഹിനൂർ ടവറിലാണ് കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത്. ഡൽഹിയിൽ നമുക്കൊരു റീജിയണൽ ഓഫീസ് ഉണ്ട്. Company have scientific inventor, pioneer, researchers and manufacturer of biomagnetic products from last 16 years. കഴിഞ്ഞ 16 വർഷമായിട്ട് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുടെ നിർമ്മാണത്തിലും അതിന്റെ വിതരണത്തിലും അതിന്റെ ഇന്നോവേഷനിലും ഒക്കെ തന്നെ നമ്പർ 1 ആയിട്ട് ഇന്ത്യയിൽ നിന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അതുകൊണ്ട് തന്നെ ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ആശയം, ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു സയൻസ് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ബയോട്ടോറിയത്തിന് ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാതിരുന്നൊരു ശാസ്ത്രശാഖ, ഒരു നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു സൈഡ് എഫക്റ്റുകളും ഇല്ലാതെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സംവിധാനം, ഇതൊക്കെ ജനകീയമാക്കുന്നതിൽ ഡോക്ടർ സാഗർ ജോഷി സാർ ഇന്ന് വിജയിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ 16 വർഷത്തെ ഈ കമ്പനിയുടെ ഒരു ചരിത്രം ഈ ഒരു ഇൻഡസ്ട്രിയെ ഇന്ത്യയിൽ വളരെയധികം വളർത്തിയെടുക്കാൻ സഹായിച്ചു എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും. കമ്പനിയുടെ മിഷനും അതുപോലെ തന്നെ വിഷൻ ഒക്കെ ഏത് ചോദിച്ചു കഴിഞ്ഞാല് അവർ മിഷൻ ഹെൽത്തി ഇന്ത്യ, വെൽത്തി ഇന്ത്യ ആൻഡ് ഹാപ്പി ഇന്ത്യ. നമുക്കറിയാൻ പറ്റും ഇന്ത്യ 2047 ഒക്കെ ആകുമ്പോഴേക്കും ഒരു വികസിത രാജ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പോവുകയാണെന്നൊക്കെ നമുക്കറിയാം. അതിനു വേണ്ടുന്ന എല്ലാ മുന്നൊരുക്കങ്ങളും അതിന്റെ സംവിധാനങ്ങളും ഒക്കെ തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രത്യാശിക്കാം അങ്ങനെ ആവട്ടെ, നമ്മുടെ രാജ്യം ലോകത്തിന്റെ ഏറ്റവും നെറുകയിലെത്തട്ടെ. അതിന് തനതായ ഒരു അവസരം കൊടുക്കുക, അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളില് നമ്മുടെ രാജ്യത്തുള്ള സാധാരണപ്പെട്ട ആളുകൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകളിലൂടെ, നല്ല വെൽത്തി ആയിട്ടുള്ള ആളുകളിലൂടെ, നല്ല സന്തോഷവാന്മാരായ ആളുകളിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നതിൽ നമ്മുടെ പ്രധാന പ്രോഡക്റ്റ് ആയിട്ടുള്ള ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു വിവരണവും, അതുപോലെ തന്നെ നമുക്ക് കമ്പനി പുതുതായിട്ട് കൊണ്ടുവന്നില്ല, പുതുതെന്ന് പറയാൻ കഴിയില്ല, ഏതാനും മാസങ്ങളായിട്ട് മാർക്കറ്റിലുള്ള മോർ പവർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുമായിരിക്കും പറയുക. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് മോർ പവറിന്റെ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാ ആഴ്ചയിലും നമ്മൾ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഈ ആഴ്ചയിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മോർ പവറിന്റെ ആണ് കൊടുക്കുന്നത്. കുറെ ആളുകൾ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് മോർ പവറിന്റെ ഒരു ഡീറ്റെയിൽ ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത്. കാരണം മോർ പവർ ഇന്ന് വളരെ ജനകീയമായ ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. അതിലേക്ക് ഞാൻ വരാൻ ഞാനൊന്ന് ഒരു സൂചന തന്നു എന്ന് മാത്രം.
ഓക്കെ, നമ്മുടെ കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 2008 കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലേറ്റവും ബെസ്റ്റ് മാനേജ്മെന്റ് ഒരു സിസ്റ്റത്തിൽ നമ്മുടെ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ട് പ്രോഡക്റ്റിന്റെ ഡെലിവറി ഓൾ ഓവർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നമ്മുടെ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നു. 2021 ആയുഷ് കൊറോണ യോധ സർട്ടിഫിക്കേഷൻ കിട്ടിയ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയ ആത്മവിശ്വാസത്തോടും സന്തോഷത്തോടും നമുക്ക് പറയാൻ കഴിയും. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് നമ്മുടെ കമ്പനി റൺ ചെയ്യുന്നത്. സൈബർ സെക്യൂർ ആണ്. ഓൺ സോഫ്റ്റ്വെയർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നമ്മുടെ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതാത് സംസ്ഥാന ഗവൺമെന്റുകൾ പറയുന്ന നിയമങ്ങളും നമ്മുടെ കമ്പനി പാലിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ബയോട്ടോറിയം 100% ലീഗൽ കമ്പനിയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ലീഗൽ ഗവൺമെന്റ് സർട്ടിഫിക്കേഷനുകളും അതിന് വേണ്ടുന്ന എല്ലാ നിയമ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് നമ്മുടെ കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് നാഷണൽ ലെവലിലും അതുപോലെ തന്നെ ഒരുപാട് അവാർഡുകൾ റിവാർഡുകൾ 100 കണക്കിന് അവാർഡ് ആൻഡ് റിവാർഡുകൾ നമ്മുടെ കമ്പനിക്ക് ഇതിനകം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് നമ്മുടെ കമ്പനി കടന്നു വന്നിട്ട് 4.5 വർഷമേ ആയിട്ടുള്ളൂ. അതിലെ MSMEയുടെ മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിന്റെ ഒരു അവാർഡ് റെക്കഗ്നേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രീസിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീസിന്റെ അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആയുഷ് ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷന്റെ അവാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വളരെ ഫാബുലസ് ആയിട്ടുള്ള റെക്കഗ്നേഷനുകളും അവാർഡുകളും ഒക്കെ തന്നെ കിട്ടിയിട്ടുള്ള കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ ആയുഷ് കൊറോണ യോധ എന്ന് പറയുന്ന ഒരു അവാർഡ് 2021 നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിന് കിട്ടി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. 2020 കൊറോണ വന്ന സമയത്ത് ഒരുപാട് ആളുകൾ മരിച്ചു പോകാനുണ്ടായ കാരണം നമുക്കൊക്കെ അറിയാം. ഓക്സിജൻ അളവ് കുറയുന്ന ഒരു പ്രതിഭാസമായിരുന്നു. ഓക്സിജന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ മരിച്ചു പോകുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. എന്നാൽ കൊറോണയുടെ വ്യാപനം മരണകാരണം കൂട്ടുന്നതിൽ ഈ ഓക്സിജന്റെ അളവ് ശരീരത്തിൽ കുറയുന്ന ഒരു പ്രവണത വന്നു. ആ ഒരു ഘട്ടത്തില് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ആളുകളിൽ അന്ന് ഇത്ര തന്നെ ജനകീയമല്ല നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. പക്ഷെ അന്ന് ഉപയോഗിച്ചിരുന്ന ആളുകളിൽ ആ മരണസംഖ്യ ഗണ്യമായി കുറയ്ക്കാൻ നമ്മുടെ പ്രോഡക്റ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെങ്കിൽ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള 2 ഗുണങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫക്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷന്റെ സർക്കുലേറ്ററി സിസ്റ്റം പ്രോപ്പർ ആകുകയും ബൈ ഡിഫോൾട്ട് നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്താൻ സഹായിച്ചതോട് കൂടിയിട്ടാണ് ആളുകൾക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആളുകൾക്ക് മരണത്തിലേക്ക് പോകാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ആയുഷ് കൊറോണ യോധ എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയിട്ടുള്ള ഇന്ത്യയിലെ ഏക പ്രോഡക്റ്റ് ആണ്, ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് ആണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 2023 ഡിസംബർ മാസത്തിൽ മഹാരാഷ്ട്രയുടെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ ശ്രീ രമേശ് ബൈസിൽ നിന്ന് നമ്മുടെ കമ്പനിക്ക് ഒരു സ്പെഷ്യൽ റെക്കഗ്നേഷനും അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ എന്ന് പറയുന്ന ഒരു അവാർഡായിരുന്നു. 2023 ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ എന്ന് പറയുന്ന വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക് പോയ ആളുകളെ അവിടെ ചെന്ന സമയത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഒരുപാട് റെക്കഗ്നേഷനുകളും അവാർഡുകളും ഒക്കെ നമ്മുടെ കമ്പനിക്കും MDക്കും പ്രോഡക്റ്റിനും ഒക്കെ കിട്ടിയത് അവിടെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം ഇനി ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ജനകീയമായ ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഇന്ന് ബയോട്ടോറിയം മാറി എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് 2 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും. ഹെൽത്തിനെ കുറിച്ചിട്ടും വെൽനെസ്സിനെ കുറിച്ചിട്ടും ആരോഗ്യത്തെ കുറിച്ചിട്ടും സൗഖ്യത്തെ കുറിച്ചിട്ടുമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. WHO ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള നിർവചനം തന്നെ കൊടുത്തിട്ടുള്ള ഹെൽത്ത് ഈസ് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നാണ് പറയുന്നത്, ആൻഡ് നോട്ട് മെർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫെർമിറ്റി. ഒരു കേവലം നമുക്ക് ഒരു രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ആരോഗ്യം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
ലോകാരോഗ്യ സംഘടന പറയുന്നത് നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് വേണം, അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ ആയിട്ടുള്ള വെൽബീയിങ് വേണം, മെന്റൽ ആയിട്ടുള്ള ഒരു പിന്നെ ഹെൽത്ത് നമുക്ക് വേണം. ഇപ്പൊ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും സോഷ്യൽ ഹെൽത്തും ഇതൊക്കെ കൂടിച്ചേരുമ്പോഴാണ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഹെൽത്തും അതിലൊരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതൊക്കെ പാടെ കൂടിച്ചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എല്ലാ ആളുകൾക്കും എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ കമ്പനി ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. വെൽനസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ നേരത്തെ പറയണ്ടായി. എന്താണ് വെൽനസ്? വെൽനസ് പല ആളുകൾക്കും ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുള്ള ഒരു വേർഡായിരിക്കും. ഇന്നിപ്പോ നമ്മുടെയൊക്കെ നാടുകളിലെ ഇഷ്ടംപോലെ ആരോഗ്യ മാസികകളൊക്കെ കിട്ടുന്ന പിന്നെ ഒരു കാലമാണല്ലോ. പണ്ടൊക്കെ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ ആരോഗ്യ പ്രസിദ്ധീകരണങ്ങൾ വളരെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ ആരോഗ്യ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ തന്നെ നമ്മൾ വായിച്ചു പോകുന്ന ഒരു വാക്കാണ് വെൽനസ് എന്ന് പറയുന്ന വാക്ക്. വെൽനസ് എന്ന് പറഞ്ഞാൽ സൗഖ്യം എന്നാണ്. സുഖകരമായ ജീവിതത്തിന് അനിവാര്യമായ ഘടകങ്ങളൊക്കെ നമുക്ക് വെൽനസിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ വെൽനസിന്റെ ഒരു പ്രാധാന്യം എന്താണ്? വെൽനസ് നമുക്ക് എന്ത് ഗുണമാണ് ചെയ്യുന്നത്? അപ്പോ വെൽനസ് എന്ന് പറയുന്ന ഒരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് ഇന്ന് ലോകത്തിൽ വളരുന്നുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിൽ പ്രബലമായിട്ടുള്ള 2 ഇൻഡസ്ട്രികൾ എന്ന് പറയുന്നത്, ഒന്ന് ഇൽനെസ് ഇൻഡസ്ട്രിയാണ്. ഇൽനെസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞെങ്കിൽ സിക്നെസ് ഇൻഡസ്ട്രി എന്ന് പറയും. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്ന സംവിധാനങ്ങൾ, രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുകയും ഡോക്ടർ, ആശുപത്രി, മരുന്ന്, അങ്ങനെയുള്ള സംവിധാനം ഉണ്ടല്ലോ. ഇതിനൊക്കെയാണ് നമ്മൾ ഇൽനെസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, സിക്നെസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ വേറൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഉണ്ട്, വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയും. ലോകത്തിൽ നിന്ന് വെൽനസ് ഇൻഡസ്ട്രി വളരെയധികം തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായമാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, രോഗം വരുന്നതിന് മുമ്പ് നമ്മുടെ ആരോഗ്യാവസ്ഥയിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഈ ആരോഗ്യാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് വെൽനസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ സൗഖ്യ വിപ്ലവം ഇന്ന് ലോകത്തിൽ വളരെയധികം അത് ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പൊ ആരോഗ്യത്തോടുകൂടി ജീവിക്കുക, രോഗങ്ങൾക്ക് അടിമപ്പെടാതെ ജീവിക്കുക, അതിന് നമ്മൾ എന്തെല്ലാം പ്രിക്കോഷനുകൾ എടുക്കണം എന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണല്ലോ. ആളുകൾക്ക് അറിയില്ല. എനിക്ക് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സൊസൈറ്റിയിലെ ഒരു 90% ആളുകൾക്കും ആരോഗ്യ അവബോധമില്ല എന്ന് പറയുന്ന ഒരു വലിയ ദുരന്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ബോധമില്ല, ധാരണയില്ല. ചെറുതായിട്ടൊക്കെ അറിയാം, പക്ഷെ ഹെൽത്തി ആയിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം കുറവ് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ 100% ലിറ്ററസി ആണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും, പക്ഷെ കാര്യമായിട്ടില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള ആരോഗ്യ അവബോധം കൊടുക്കുക എന്നുള്ളതാണ്. ലോകത്തിൽ ഇന്ന് വെൽനസ് ഇൻഡസ്ട്രി അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സ്വീകാര്യത വെൽനസ് ഇൻഡസ്ട്രിക്ക് ഇന്ന് കിട്ടിക്കഴിഞ്ഞു, നമ്മുടെ രാജ്യത്തും കിട്ടിക്കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി ഇതിനെക്കുറിച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പോൾസെൻ പിൽസർ എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള വ്യക്തി. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ്, മൾട്ടി മില്യണർ ആണ്, എന്റർപ്രണർ ആണ്. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകത്തിന്റെ ഒരു ഓതർ കൂടിയാണ്. വെൽനസ് റെവല്യൂഷൻ, ദ വെൽനസ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലൂടെ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതില് ആ വെൽനസ് റെവല്യൂഷന്റെ ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം 2 US പ്രസിഡന്റുമാരുടെ എക്കണോമിക് അഡ്വൈസർ കൂടിയായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പൊ വെൽനസ് ഇൻഡസ്ട്രിയുടെ ഒരു വലിയ സ്വപ്നലോകം നമുക്ക് അദ്ദേഹം ഓപ്പൺ ചെയ്തു തരുന്നുണ്ട്. അതിന്റെ സാധ്യതകൾ, അനന്തമായ സാധ്യതകൾ അദ്ദേഹം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും ഇവിടെ സംസാരിക്കാനുള്ള ഒരു കാരണം, ഈ ബയോട്ടോറിയം ഒരു വെൽനസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. വെൽനസ്സിൽ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടി, പ്രിവെൻഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ വെൽനസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇന്നത്തെ ഒരു ലൈഫ് കറണ്ട് സെനാറിയോ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് ഇങ്ങനെയാണ്: സോ മെനി പീപ്പിൾ സ്പെൻഡ് ദെയർ ഹെൽത്ത് ഗെയിനിങ് വെൽത്ത്. ശ്രദ്ധിക്കണം. ആൻഡ് ദെൻ ഹാവ് ടു സ്പെൻഡ് ദെയർ വെൽത്ത് ടു റീഗെയിൻ ഹെൽത്ത്. അതായത് ഒരുപാട് ആളുകൾ ഇന്ന് അവരുടെ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരോഗ്യം നോക്കാതെ അവര് വെൽത്ത് ഗെയിനിങ്ങിന് വേണ്ടി ഇങ്ങനെ
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യം നോക്കുന്നില്ല, ആരോഗ്യത്തെ കുറിച്ച് അറിയില്ല. പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടയിലും ആരോഗ്യം നഷ്ടപ്പെടും. പിന്നെ എന്ത് സംഭവിക്കും? ആ നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പൈസ മുഴുവനും അതല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമുള്ള പൈസയും ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഒരു ടാലിയാകാത്തൊരു സംഭവം കൂടിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് കറന്റ് സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ് ഏർഡ് മണി, നമ്മൾ അധ്വാനിച്ചുണ്ടാകുന്ന കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസയെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നു. അതല്ലെങ്കിൽ ഒരു ശ്രദ്ധയില്ലാതെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കിയ പൈസ മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തെ MP ആയിട്ടുള്ള ഡോക്ടർ ശശി തരൂർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതൊരു വ്യക്തിയുടെയും ദാരിദ്ര്യത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു രോഗമാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എത്ര സമ്പത്തുള്ള ഒരു വ്യക്തിയാണെങ്കിലും ദാരിദ്ര്യത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത്രത്തോളം നമ്മുടെ സാമ്പത്തിക അടിത്തറയെ ഇല്ലാതാക്കാൻ ചില രോഗങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെയാണ് ഈ ഒരു വാചകത്തിന്റെ പ്രസക്തി വരുന്നത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ മുമ്പ് പറയാറുള്ള അല്ലെങ്കിൽ മുമ്പ് കാലങ്ങളിലൊക്കെ പറയാറുള്ള ഒരു വാചകമുണ്ട്, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണ് പറയാറുള്ളത്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. ഇന്നത് മാറി. നമ്മൾ 20-ാം നൂറ്റാണ്ടിലൊക്കെ അങ്ങോട്ട് ആയോട് കൂടിയിട്ട് നമ്മൾക്ക് അത് മാറ്റേണ്ടി വന്നു. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സമ്പത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നതാണ്. അപ്പൊ ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ആപ്തവാക്യത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഈ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും മനസ്സിലാകും അതിന്റെ പ്രസക്തി എന്താണെന്നുള്ളത്. അപ്പോ പ്രതിരോധമാണ് പ്രതിവിധിയേക്കാൾ പ്രധാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനുപകരിക്കുന്ന വെൽനസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ മനസ്സിലാക്കുക. ആ വെൽനസ്സില് അതിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. ആരോഗ്യ അവബോധമുള്ള ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കുക. അതിലൂടെ സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു സമൂഹത്തിനോടും ഈ രാജ്യത്തിനോടും നമുക്ക് ഓരോരുത്തർക്കും ചെയ്തു തീർക്കാനുള്ള കടപ്പാടുകളിൽ ഒന്ന് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഈ സന്ദേശം ഓരോ ദിവസങ്ങളിലും എത്തിക്കുന്നതിൽ വലിയ സന്തോഷം എനിക്കുണ്ട്. ഇവിടെ ഒരു 5 കാര്യങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് 5 ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യ ജീവൻ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ ആസ്പദമായ ഘടകങ്ങൾ, ഈ 5 ഘടകങ്ങൾ ഉള്ളത് കൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. അത് ഓക്സിജൻ, വെള്ളം, ഭക്ഷണം, സൂര്യപ്രകാശം, ഭൂമി. 5 തത്വങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്. 5 തത്വങ്ങൾ തന്നെങ്കിൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ 5 തത്വങ്ങളാണ് സത്യത്തിലെ ഒരു ജീവന്റെ രഹസ്യം എന്ന് പറയുന്നത്. ഇതിലാണ് ജീവന്റെ രഹസ്യം ഒളിഞ്ഞു നിൽക്കുന്നത്. ഇതിൽ ഏത് കുറഞ്ഞാലും നമുക്ക് നമ്മുടെ ജീവന് അപകടത്തിലാവും, ഭീഷണിയിലാവും, ഡിസ്റ്റർബൻസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്സിജൻ, വെള്ളം, ഭക്ഷണം, സൂര്യപ്രകാശം, ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ നമ്മുടെ ജീവനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷെ 5-ാമത്തെ കാര്യത്തെ കുറിച്ച് പറയുമ്പോഴായിരിക്കും പല ആളുകളും കൺഫ്യൂഷൻ വരുന്നത്. അത് ഭൂമിയാണ്. ഭൂമി എങ്ങനെയാണ് നമ്മുടെ ജീവനെ നിലനിർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഭൂമി എല്ലാം ആകർഷിക്കുന്ന, എല്ലാത്തിനെയും ആകർഷിക്കാൻ കഴിവുള്ള ഒരു കാന്തിക ശക്തിയുള്ള, അതിശക്തമായ കാന്തിക ശക്തിയുള്ള ഒരു ഗോളമാണ് നമുക്കറിയാൻ പറ്റും. ആ ഒരു കാന്തിക ശക്തി തന്നെയാണ് ഭൂമിയിൽ മാത്രം ജീവൻ നിലനിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഭൂമി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഭൂമി ഉപരിതലത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു എനർജി ഉണ്ട്. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഭൂമി പുറത്തേക്ക് വിടുന്ന ഒരു എനർജിയാണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി, അതായത് വൈദ്യുത കാന്തിക ഒരു ഊർജം, ഇത് എല്ലാ ജന്തു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെയും അതിന്റെ ജീവനെയും അതിനു വേണ്ടുന്ന എല്ലാ ഘടകങ്ങളെയും അത് ഗുണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ വോൾട്ടേജ് വൈദ്യുതി ഉണ്ട്. ഈ വൈദ്യുതി കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി നമുക്ക് കിട്ടിയേ പറ്റും. പല കാരണങ്ങൾ കൊണ്ട് ഇത് നമുക്ക് കുറവാണ്. ഈ 5 ഘടകങ്ങളിൽ ഏത് കുറഞ്ഞാലും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, ജീവനെ ബാധിക്കുന്നു, ജീവന്റെ
ആ രഹസ്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഭൂമിയുടെ മാഗ്നറ്റിക് എനർജി നിന്ന് നമുക്ക് നേരിട്ട് കിട്ടുന്നത് പല കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞു. അതിലൊരു കാരണമാണ് നമ്മൾ മണ്ണുമായിട്ടുള്ള സമ്പർക്കം ഇല്ലാതെ പോയത്. ഇന്നത്തെ കാലഘട്ടത്തില് മണ്ണുമായിട്ട് സമ്പർക്കത്തിൽ എല്ലാവരും വരണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ മണ്ണുമായിട്ടുള്ള സമ്പർക്കം ഇല്ലാതായതോടുകൂടി ഉണ്ടായ ദുരന്തം എന്ന് പറയുന്നത്, ഇത് ഞാൻ എഴുതിയിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല. 34 വർഷക്കാലം കുട്ടികളെ ഫിസിക്സ് പഠിപ്പിച്ച ഒരു അധ്യാപകൻ പ്രൊഫസർ ഡോക്ടർ വിവേകാനന്ദൻ സർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിലെ ബയോ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് ഉണ്ട്. ഈ ബയോ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് ഒരു എർത്തിങ് ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ വീടൊക്കെ നമ്മൾ വൈദ്യുതീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെമ്പ് കമ്പി ഇട്ട് കൊടുക്കും എർത്തിന് വേണ്ടിയിട്ട്. അതേപോലെ നമ്മുടെ ശരീരത്തിനും എർത്ത് ആവശ്യമാണ്, എർത്തിങ് ആവശ്യമാണ്. അത് നമ്മൾ ഈ ചെരുപ്പും ഷൂ ഒക്കെ ഉപയോഗിച്ചോട് കൂടിയിട്ട് ആ എർത്തിങ് ഇല്ലാതെ പോയി എന്നുള്ളതിൽ വലിയ പ്രശ്നമായി പോയി. നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ഒഴികെയുള്ള എല്ലാ ജന്തു ജീവജാലങ്ങളും പ്രകൃതി കൊടുത്ത ആയുസ്സിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ വളർത്തുന്ന ജീവികൾക്ക് മാത്രമാണ് ആയുസ് കുറഞ്ഞത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. ലോകത്തിൽ 2 വിഭാഗം ജീവികൾക്ക് മാത്രമേ ആശുപത്രി ഉള്ളൂ. ഒന്ന് മനുഷ്യനും, മറ്റൊന്നുള്ളത് മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങൾക്കും. അവയ്ക്ക് മാത്രമാണ് ആശുപത്രി ഉള്ളൂ. ബാക്കിയൊക്കെ പ്രകൃതിയുമായി ഇണങ്ങി പ്രകൃതിയുടെ ആ ആവാസ വ്യവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ജന്തു ജീവജാലങ്ങളാണ്. അവറ്റകൾക്കൊക്കെ ഒരു 50,000 അല്ലെങ്കിൽ 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന എന്താണോ ആയുസ്, അതേ ആയുസിൽ അവറ്റകൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യന്റെ ആയുസ്സും ആരോഗ്യം കുറഞ്ഞു എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ കുറെ കാര്യം പ്രകൃതിയുമായിട്ട് നമ്മൾ അകലും തോറും നമ്മുടെ ആയുസ്സിനെയും ആരോഗ്യത്തിനെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏകദേശം 2,00,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ആധുനിക മനുഷ്യനിലേക്കുള്ള പരിവർത്തനം നടക്കപ്പെടുന്നത്. ഈ ആധുനിക മനുഷ്യനിലേക്കുള്ള പരിവർത്തനം ഹോമോസാപ്പിയൻസ് വന്നതിന് ശേഷം അത് 2 വിഭാഗമായി, അത് ഒന്ന് റൊഡൻഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗമായി, മറ്റൊന്നുള്ളത് വേറെ ഒരു 2 വിഭാഗമായിട്ട് മാറുക ചെയ്യുന്നത്. അതില് നിയാൻഡർത്താലുകളും റൊഡൻഷ്യലുമാണ് വരുന്നത്. അപ്പൊ നിയാൻഡർത്താലുകളിലാണ് ഫോസിൽ സ്റ്റഡീസ് ഒക്കെ നടത്തിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം കണ്ട മനുഷ്യര് എന്ന് പറയുന്നത് ഏവറേജ് ആയുസ് 150 വരെയൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ 150 വയസ്സ് വരെ ജീവിച്ചിരുന്ന പൂർവികരുള്ള ഒരു DNA ഒക്കെ ഉള്ള ആളുകളാണ് നമ്മളൊന്ന് മനസ്സിലാക്കണം. പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള, മനുഷ്യന് തന്നിട്ടുള്ള ആയുസ് എന്ന് പറയുന്നത് 120 ആണ്, 120 ആണ്. പക്ഷെ അവിടേക്കൊന്നും എത്തുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് സംഭവിച്ചു? പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിച്ചു, പ്രകൃതിക്ക് എതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതൊക്കെ നമുക്ക് വിനാശകരമായിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്കൊരു മണ്ണിലേക്കുള്ള തിരിച്ചുപോക്ക് സാധ്യമല്ല. ഭൂമിയിൽ നിന്ന് നമുക്ക് നേരിട്ട് കിട്ടുന്ന ഒരു എനർജി എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയെ ഒരു ആർട്ടിഫിഷ്യൽ സംവിധാനത്തിലൂടെ ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടുന്ന സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ ശരീരത്തിലേക്ക് ഈ എനർജി കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ ജീവകോശങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഈ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പിയുടെ ആവിർഭാവം ഉണ്ടാകുന്നത്. ഭൂമി മാഗ്നറ്റ് ആണ് നമ്മൾ പഠിച്ചു. ഭൂമിയിൽ നിന്ന് ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് മാഗ്നറ്റിക് എനർജിയാണ് നമ്മൾ പഠിച്ചു. അത് നമ്മളെ സ്വാധീനിക്കുന്നു. കാരണം നമ്മളൊക്കെ പറയാറുണ്ട് പഞ്ചഭൂതങ്ങളാണ്, പഞ്ചഭൂതാത്മകമാണ് ശരീരം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതാണ് ജീവന്റെ രഹസ്യം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ആ ഭൂമി തരുന്ന എനർജി മാഗ്നറ്റിക് എനർജിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ എനർജി കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഡിസോർഡറുകൾക്ക് കാരണമാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ബയോമാഗ്നറ്റിക് തെറാപ്പി ഇന്ന് ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ആൾട്ടർനേറ്റീവ് സംവിധാനങ്ങൾ, ആൾട്ടർനേറ്റീവ് സിസ്റ്റങ്ങളിൽ ഉള്ള ഒരു തെറാപ്പിയാണ് മാഗ്നറ്റിക്. സൈഡ് എഫക്റ്റും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇതിനെ കുറിച്ച് 10,000-കണക്കിന് ലിങ്ക് വെബ്സൈറ്റുകളും അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് പഠനം നടത്താൻ പറ്റുന്ന ഒരുപാട് ഓൺലൈൻ സംവിധാനങ്ങളും ഉണ്ട്. ഇതുകൂടാതെ 1000-കണക്കിന് പുസ്തകങ്ങള് ലോകത്തിലെ വിവിധ ഭാഷകളിലെ മാഗ്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ട് മാഗ്നറ്റിസം കൊണ്ടുണ്ടാകുന്ന ഹീലിംഗ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്, മാഗ്നറ്റിക് എനർജി നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ പഠനങ്ങൾ, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇതിനെക്കുറിച്ചുള്ള റിസർച്ചും സ്റ്റഡീസും എല്ലാം നടത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇതിന്റെ പഠനം നടത്തിയിട്ടുണ്ട് മാഗ്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒരു തെറാപ്പി സിസ്റ്റമായിട്ട് ഇത് മാറി
ഇത് ആധുനിക വൈദ്യശാസ്ത്രത്തിലുള്ള ആളുകൾ പോലും അംഗീകരിക്കുന്ന തരത്തിലേക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെ ആണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡോക്ടർ അലീഷ മൂപ്പൻ, അവര് നമുക്കറിയാൻ പറ്റും ആംസ്റ്റർ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ബോർഡിലുള്ള ഒരു ശ്രേഷ്ഠയായിട്ടുള്ള ഒരു വനിതാ ഡോക്ടറാണ് അവര്, അലീഷ മൂപ്പൻ എന്ന് പറയുന്നത്. അവര് എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഗുണങ്ങളെ കുറിച്ചാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് അൺലോക്കിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഹീലിംഗ്, നമ്മുടെ ശരീരത്തിന് ഹീലിംഗ് തരാനുള്ള, സൗഖ്യപ്രാപ്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാനുള്ള അപാരമായ ശേഷിയുള്ള ഈ ഒരു സംവിധാനത്തെ നമ്മൾ എന്ത് ചെയ്യണം, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ അത് ആക്കി കൊടുക്കണം. അത് നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു സബ്ജക്റ്റ് അല്ല എന്ന് കൃത്യമായിട്ട് ഈ ഒരു ആർട്ടിക്കിളിലൂടെ അവര് ലോകത്തിനോട് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ ശരീരത്തിനകത്ത് ബയോമാഗ്നറ്റിസം എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് എന്ത് സയൻസ് ആണ്, അതൊക്കെ നമ്മൾ ഒരുപാട് പറയേണ്ട അതിനെ കുറിച്ചിട്ട്. നമുക്ക് അതിലേക്ക് കിടക്കാനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ലാത്തുള്ളത് കൊണ്ട് തന്നെ ചെറിയ ഒരു വിവരം നമുക്ക് കൊടുക്കാം. 99% നമ്മുടെ ശരീരത്തിൽ സ്വയം ഉണ്ടാകുന്ന രോഗങ്ങൾ, ഞാൻ പകർച്ചവ്യാധിയെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ ജനിതക രോഗങ്ങളെ കുറിച്ചിട്ടോ അല്ല പറയുന്നത്, 99% നമ്മുടെ ശരീരത്തിൽ സ്വയം ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്. ഇതിനാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കാരണം എന്താണ് എന്നുള്ളത് വൈദ്യശാസ്ത്രം പഠിച്ചപ്പോ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്ന പോരായ്മ, ബ്ലഡിന്റെ സർക്കുലേഷൻ ആണല്ലോ ശരീരത്തിലെ എല്ലാ സെല്ലുകളിലേക്കും ഓക്സിജൻ, ന്യൂട്രീഷൻ, വാട്ടർ, എല്ലാ എലമെന്റ്സുകളും എത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് ഈ സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന പോരായ്മ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ്, അതിൽ വരുന്ന കുറവുകള് നമ്മുടെ ശരീരത്തിലെ സെല്ലുകളുടെ കാര്യക്ഷമത ഇല്ലാതാക്കുന്നു. കാരണം സെല്ലുകൾക്ക് അനുനിമിഷം ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കണം. അത് എത്തിച്ചു കൊടുക്കുന്നത് ബ്ലഡാണ്, ബ്ലഡിലുള്ള അയൺ ആണ്, ഹിമോഗ്ലോബിൻ ആണ്. രക്തത്തിന്റെ ചംക്രമണ സംവിധാനത്തിൽ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെല്ലുകളിലേക്ക് എത്തേണ്ട എലമെന്റ്സുകൾ എത്താതെ വരികയും അത് സെൽ ഡാമേജിനോ അതല്ലെങ്കിൽ സെല്ലുകളുടെ ധർമ്മം നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയോ വരുമ്പോ ആ സെല്ലുകൾ കൂടിച്ചേർന്ന അവയവങ്ങളെ അത് ബാധിക്കുന്നു, സിസ്റ്റങ്ങളെ ബാധിക്കുന്നു. പതിയെ ഡിസോർഡർ, ഡിസ്ഫങ്ഷൻ, ഡിസീസിലേക്ക് കടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം പ്രോപ്പർ ആക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യകരമായി ജീവിച്ചിരിക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. അപ്പോ മാഗ്നറ്റിക് തെറാപ്പി നമ്മുടെ ശരീരത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതാണ്. 100% നമുക്കത് പറയാൻ കഴിയും, 100%. അത്രത്തോളം ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്നലെ പോലും ഞാൻ വയനാട് പോയ സമയത്ത് അവിടെ ഒരു 60 വയസ്സുള്ള ഒരു അമ്മയാണ്. അവര് സംസാരിച്ചു. അവര് വർഷങ്ങളായിട്ട് അവർക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് കോവിഡ് വന്നതിന് ശേഷമാണ് അത് ഏറ്റവും കൂടുതൽ രൂക്ഷമായി എന്ന് പറയുന്നത്. അവരുടെ വിരലുകള് അവർക്ക് നിവർത്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എപ്പോഴും മടങ്ങിയിട്ട് ഈ 2 വിരലുകൾ ഇങ്ങനെ മടങ്ങും. പിന്നെ നിർത്തണമെന്നുണ്ടെങ്കിൽ ബലം പ്രയോഗിച്ച് നിർത്തിയിട്ട് വേണം. അത് കഴിഞ്ഞാൽ അത് പഴയ പോലെ തന്നെ പോയി നിൽക്കും. അങ്ങനെ ഈ 2 കൈയിലെയും വിരലുകൾ അവർക്ക് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന, നിവരാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് 4 വിരലുകൾ, ഈ 2 കൈയില് ഈ 2 വിരലുകളാണ് മടങ്ങുന്നത്. എല്ലാം സുഖകരമായി അവർക്ക് ഇപ്പോ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നു. അതുപോലെ കൈ ഉയർത്താൻ പറ്റിയായിരുന്നില്ല, അവർക്ക് കൈ ഉയർത്താൻ കഴിയുന്നു, അവന്റെ കൈ ഉയർത്തി കാണിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട്, ഇതൊക്കെ ചെറിയ റിസൾട്ടുകൾ, വലിയ ഹെവി റിസൾട്ടുകൾ വേറെയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നമ്മുടെ ശരീരത്തിനകത്ത് സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പറാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്നു എന്നുള്ളതിന്റെ ഉദാത്തമായ തെളിവുകൾ ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആകുകയും ബൈ ഡിഫോൾട്ട് നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് ക്രമപ്പെടാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മാഗ്നറ്റിക് തെറാപ്പി നമ്മൾ അല്ലെങ്കിൽ ഈ ബയോമാഗ്നറ്റിന്റെ ഡിവൈസുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത്. ഇത് ഈ 2 ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മാഗ്നറ്റ് എന്ന് പറയുന്നത് നിയോഡൈമിയം മാഗ്നറ്റ് ആണ്. ഇതൊരു ജൈവകാന്തമാണ്, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മാഗ്നറ്റ് ആണ്, സിന്തറ്റിക് മാഗ്നറ്റ് അല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നിയോഡൈമിയം മാഗ്നറ്റ് ഇന്ന് ലോകത്തിൽ ഉപയോഗപ്പെടുത്തുന്ന മെഡിക്കൽ യൂസിന് വേണ്ടിയിട്ടും ഹെൽത്ത് പർപ്പസിന് വേണ്ടിയിട്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വെയിറ്റ് കുറവുള്ളതാണ്, ഗോസ് പവർ വളരെ കൂടുതലുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് നാസയൊക്കെ അവരുടെ ആസ്ട്രോൺസിന് അവരുടെ സ്പേസ് സൂട്ടിനകത്ത് ഉപയോഗപ്പെടുത്തുന്നത് നിയോഡൈമിയം മാഗ്നറ്റ് ആണ്. നിങ്ങൾക്ക് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട്
കാര്യങ്ങൾ നമുക്ക് ഗൂഗിളിലൂടെ എടുക്കാൻ പറ്റും. ഈ നിയോഡൈമിയ മാഗ്നറ്റ്, അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റുകൾ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് റിസർച്ചുകളും റിപ്പോർട്ടുകളും നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൽ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു റിസ്റ്റ് ബാൻഡ് ആണ്. കയ്യിൽ കിട്ടുന്ന ഒരു റിസ്റ്റ് ബാൻഡ് ആണ്. ഇതിനകത്ത് നിയോഡൈമിയത്തിന്റെ ചെറിയ മാഗ്നറ്റ് 33 ഇതിനകത്ത് ഉണ്ട്. ഇത് നമ്മുടെ റിസ്റ്റിൽ കെട്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പറായി, ബ്ലഡിന്റെ സർക്കുലേഷൻ, ചംക്രമണം സംവിധാനത്തെ നോർമലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇത് കെട്ടുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, വേഗം നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യുന്ന കാര്യം കൂടി ഞാൻ പറയാം. ഒന്ന്, ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വ്യക്തികളിലെ വേദനകൾ വേഗം കുറയുന്നു എന്നുള്ളതാണ്. ഇഷ്ടംപോലെ റിസൾട്ടാണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള വേദനകളും റെഡ്യൂസ് ചെയ്യപ്പെടുന്നു, ഇൻഫ്ലാമേഷൻ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു, രോഗാവസ്ഥകള്, നീർക്കെട്ടുകൾ ഒഴിവാക്കുന്നു, വേദനകൾ വേഗം കുറയാൻ തുടങ്ങുന്നു, BP നോർമലാകാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ തലവേദനയൊക്കെ ഉള്ള ആളുകൾ, മൈഗ്രെയിനൊക്കെ ഒരുപാട് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണിത്. അങ്ങനെ ഇവിടെ കെട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലവേദന, മൈഗ്രെയിൻ പോലുള്ള സംഭവങ്ങൾ മാറും. അതുപോലെ തന്നെ 2 കാര്യങ്ങൾ ഇത് പ്രിവെന്റ് ചെയ്യും. ഒന്ന്, അറ്റാക്ക് വരാനുള്ള ചാൻസ്, 2 സ്ട്രോക്ക് വരാനുള്ള ചാൻസ്. ഇത് രണ്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല ഇത് രണ്ടും ബ്ലഡ് റിലേറ്റഡ് കൂടിയാണ്. ബ്ലഡ് റിലേറ്റഡ് ആണ്, രക്തവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ രക്തത്തിന് കട്ട പിടിക്കുക, മൈക്രോ ബ്ലോക്കുകൾ ഉണ്ടാവുക, ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആണ് ഇതുപോലുള്ള രോഗാവസ്ഥയിലേക്ക് പോകുന്നത്. നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസം, ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ, അതിലൊക്കെ ഉപരിയായിട്ട് ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയാൻ പറ്റും. കുറെ ആളുകൾക്ക് അത് അറിയില്ല. പല ആളുകൾക്കും ഒരു ആരോഗ്യ ഉൽപ്പന്നം പരിചയപ്പെടുത്തുമ്പോൾ അതിനോടൊരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് പല ആളുകൾക്കും കാണുന്നത്. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളുകളെ പോലും എനിക്കറിയാൻ പറ്റും. എത്രയോ ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് ഞാൻ നല്ല ആരോഗ്യവാനാണ് എന്നും സ്വയം വിശ്വസിക്കുകയും അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത എത്രയോ ആളുകൾ എന്റെ അറിവിൽ തന്നെ അവർക്ക് ഈ ലോകത്ത് പെട്ടെന്ന് വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. കുറെ കാര്യങ്ങൾ, എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നറിയില്ല, എന്തൊക്കെ ഭക്ഷണം കഴിക്കണ്ട എന്നുള്ളത് അറിയില്ല, എത്രത്തോളം വെള്ളം കുടിക്കണം എന്നുള്ളത് അറിയില്ല, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ് എങ്ങനെ കൊടുക്കണം എന്നറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള അറിവില്ലായ്മ കൊണ്ട് അകാലത്തിൽ മൃത്യുവിലേക്ക് പോയിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ വെല്ലുവിളിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ബോധ നിലവാരം ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്. അപ്പൊ അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള സംഭവങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി ഒരു പരിധി വരെ തടുത്തു നിർത്തുന്നതിന് വേണ്ടി ഒരു ഉൽപ്പന്നം സഹായിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഇതൊരു ജീവൻ രക്ഷാ ഉപകരണത്തിന്റെ പട്ടികയിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമായിട്ട് ഇത് കാണാൻ പറ്റും. ഒരുപാട് ആളുകളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ച ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് റിസ്റ്റ് ബാൻഡ്. അതിന്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഒന്ന് കണ്ണു തുറന്ന്, ഒന്ന് കാത് തുറന്ന് നമ്മൾ കാണാനും കേൾക്കാനും നമുക്ക് കഴിയണം ഓരോ ആളുകളുടെ അനുഭവങ്ങൾ. അപ്പോഴാണ് ഈ ഒരു കുഞ്ഞൻ പ്രോഡക്റ്റിന്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറച്ച് ബ്ലഡിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഈ മൈക്രോ ബ്ലോക്കുകളും അതുപോലെ തന്നെ ബ്ലഡിന്റെ ക്ലോട്ടിങ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ ലഘൂകരിക്കാനും ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നുള്ളത് വാട്ടർ എനർജി പാഡാണ്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. വെള്ളക്കുപ്പിയുടെ മുകളിൽ ചുറ്റുന്ന വാട്ടർ എനർജി പാഡ്. ഇത് ചുറ്റിയിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ഒരു മനുഷ്യൻ കുടിക്കേണ്ട വെള്ളം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർമൽ വാട്ടർ ആണ്. നോർമൽ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി നമുക്ക് തരുന്ന വെള്ളം, അതാണ് നമ്മൾ കുടിക്കേണ്ടത്. പക്ഷെ ഇന്ന് എല്ലാ വെള്ളവും നമുക്ക് കുടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം കണ്ടാമിനേറ്റഡ് ആണ് പല ഭാഗത്തെയും വെള്ളം. അതുകൊണ്ട് നേരിട്ട് കുടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ശുദ്ധമായ വെള്ളം കുടിക്കാൻ കിട്ടുന്ന ആളുകള് ആ വെള്ളം അങ്ങനെ കുടിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെള്ളം നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ജീവാണുക്കളും രോഗാണുക്കളും ഉണ്ട്. അതിലുള്ള ജീവാണുക്കളും രോഗാണുക്കളും മരിച്ചു പോകും, അല്ലെങ്കിൽ ഇല്ലാതെ പോകും. ഫലത്തിൽ ഒരു ഡെഡ് വാട്ടർ ആണ് നമ്മൾ കുടിക്കുന്നത്. വെള്ളം നമുക്കറിയാൻ പറ്റും, വാട്ടർ എലിക്സിയർ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. ജീവന്റെ അമൃതാണ് വെള്ളം. ജീവാമൃതം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പോ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന
ഓക്സിജൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വസ്തുവായിട്ടുള്ള ഈ വെള്ളം, അതിന്റെ ജീവസ്വലതയോട് കുടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം. നിങ്ങളുടെ സമൂഹത്തിനകത്തുള്ള കുറെ ആളുകൾ ഒന്ന് പരിശോധിച്ച് നോക്കുന്നുണ്ടോ? ചെറുപ്പം മുതൽ തന്നെ, കുട്ടിക്കാലം മുതൽ തന്നെ എന്നും ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുന്ന ആളുകളെ അപൂർവമായിട്ടെങ്കിലും കാണാൻ ഇപ്പോഴും പറ്റും. അങ്ങനെ ആളുകളെ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കുന്നുണ്ടോ? അവര് നല്ല ഹെൽത്തി ആയിരിക്കും. അവർക്ക് BP, കൊളസ്ട്രോൾ, ഷുഗർ പോലുള്ള പ്രശ്നങ്ങൾ വളരെ 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 കുറവായിരിക്കും. ഇനി മുതലൊന്ന് പരിശോധിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. അങ്ങനത്തെ ആളുകളെ ആരോഗ്യം വളരെ കൂടുതലായിരിക്കും. അവർക്ക് അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. അവർക്ക് പൈൽസ്, വെരിക്കോസ് വെയിൻ അവർക്ക് ഉണ്ടായിരിക്കില്ല. ഡൈജഷന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. ദഹനവ്യൂഹം വളരെ കറക്റ്റ് ആയിരിക്കും. കാഴ്ച വളരെ കൂടുതലായിരിക്കും. മെമ്മറി വളരെ കൂടുതലായിരിക്കും. സ്കിന്ന് അവർക്കൊരു ആന്റി ഏജിങ് എഫക്റ്റിൽ നിലനിൽക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ പച്ചവെള്ളം, നോർമൽ വാട്ടർ റെഗുലർ ആയിട്ട് കുടിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട്, പല തെറ്റിദ്ധാരണകൾ കൊണ്ടും, പിന്നെ പല ഭാഗത്ത് വെള്ളം മോശമായതുകൊണ്ടും നമ്മൾ വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ ആ വെള്ളം ഡെഡ് വാട്ടർ ആയിട്ട് മാറുന്നു. അതിന്റെ യഥാർത്ഥത്തിൽ ഗുണം കിട്ടാതെ പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ശുദ്ധജലം കിട്ടാനുള്ള ആളുകൾ ശുദ്ധജലം കുടിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ കണ്ടാമിനേറ്റഡ് വാട്ടർ നമുക്ക് കുടിക്കാൻ പാടില്ല. അതുകൊണ്ട് പിന്നെ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചേ മതിയാവും. എന്നിരുന്നാലും കുടിക്കുന്ന വെള്ളക്കുപ്പിയുടെ മുകളിൽ ഈ വാട്ടർ എനർജി പാഡ് ചുറ്റിക്കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഡെൻസിറ്റി അഥവാ അതിന്റെ സാന്ദ്രത കുറയുന്നു. മാഗ്നറ്റൈസർ വാട്ടർ ആയിട്ട് മാറുന്നു. സ്ട്രക്ചേർഡ് വാട്ടർ ആയിട്ട് മാറുന്നു. ഈ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട്, വളരെ എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തേക്ക് ആഗിരണം ചെയ്യാനും, അങ്ങനെ ക്വിക്കായിട്ട് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആകാനും സഹായിക്കുന്നു. 70% വെള്ളമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. വെള്ളത്തിന്റെ അളവ് എപ്പോഴൊക്കെ കുറയുന്നോ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ബോഡി ആയിട്ട് മാറും. ഡീഹൈഡ്രേറ്റഡ് ബോഡിയിൽ എല്ലാ സിസ്റ്റങ്ങളും താറുമാറിലാകും. ദഹന വ്യവസ്ഥ താറുമാറിലാകും. ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടും. ബ്ലഡിന്റെ കട്ടി കൂടും. അതിന് മൂവ് ചെയ്യാൻ സാഹചര്യം കുറവായിരിക്കും. ശരീരത്തിന് പുറന്തള്ളപ്പെടേണ്ട മാലിന്യങ്ങൾ വേണ്ട പോലെ പുറന്തള്ളപ്പെടാതെ വരും. വൃക്കകൾക്ക് പ്രവർത്തിക്കാനുള്ള കാര്യക്ഷമത ഇല്ലാതെയായി പോകും. ബ്രെയിനിന് പ്രശ്നങ്ങൾ വരും. കണ്ണിന് പ്രശ്നങ്ങൾ വരും. സ്കിന്നിന് പ്രശ്നങ്ങൾ വരും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വെള്ളം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37.3 ഡിഗ്രി സെൽഷ്യസിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ബ്ലഡിന്റെ pH 7.35 pH നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ വെള്ളമാണ് സഹായിക്കുന്നത്. ഒരുപാട് മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് നിരന്തരം നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി ഒരുപാട് ജൈവ മാലിന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമോണിയ, യൂറിയ പോലുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പ്രോട്ടീൻ ഡീകമ്പോസ്ഡ് ഇമ്പ്യൂരിറ്റീസും മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസും നമ്മുടെ ബോഡിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ മുഴുവൻ മാലിന്യങ്ങളും യൂറിനിലൂടെ, മോഷനിലൂടെ, വേർപ്പിലൂടെ പുറന്തള്ളപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ അതിബൃഹത്തായിട്ടുള്ള ഒരു ഡീടോക്സിഫിക്കേഷൻ സംവിധാനമുണ്ട്. ഒരു മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം ഉണ്ട് ആൾറെഡി. പക്ഷെ ഇത് കാര്യക്ഷമമായി നടക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം. ശരീരത്തിന്റെ ഭാരത്തിനനുസരിച്ചിട്ട് 20 kg/L എന്നുള്ള അനുപാതത്തിൽ നമ്മൾ വെള്ളം, ശുദ്ധമായ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ, അത് സ്ട്രക്ചേർഡ് വാട്ടർ ആയിട്ട് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരുപാട് ഫലം ചെയ്യുന്നു എന്നുള്ളതാണ്. കട്ടി കുറഞ്ഞ വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് സ്ട്രക്ചേർഡ് വാട്ടറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. മാഗ്നറ്റൈസർ വാട്ടറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഡോക്ടർ പേൾ പെട്രല എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ഇമ്മ്യൂണോളജിസ്റ്റ് ഡോക്ടർ ഉണ്ട്. അവര് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവരുടെ യൂട്യൂബൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പേൾ പെട്രലയുടെ അവർ പറയുന്നത് സ്ട്രക്ചേർഡ് വാട്ടർ കുടിക്കുന്ന ആ സമയം തന്നെ നമ്മുടെ ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറയ്ക്കാൻ അത് സഹായിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടുമ്പോഴാണ് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ബ്ലോക്ക് കുറയ്ക്കാൻ അത് സഹായിക്കും. അപ്പോ വെള്ളം നന്നായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഹൃദയാരോഗ്യം വരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. വെള്ളം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിന് വിസ്കോസിറ്റി കൂടി കഴിഞ്ഞാൽ ബ്രെയിനിന്റെ നിർദ്ദേശപ്രകാരം ഹാർട്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും, പ്രഷറിൽ അടിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഹാർട്ട് വീക്കാവും. അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുക, ശരീരഭാരത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക, മാഗ്നറ്റൈസർ വാട്ടർ കുടിക്കുക, രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന ശീലത്തിലേക്ക് വരിക. ഇത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നു എന്നുള്ളത്. പെയിനുകൾ, നമ്മുടെ ശരീരത്തിലെ വേദനകൾ കുറയാനുള്ള ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻ ആണ് വെള്ളം എന്ന് പറയുന്നത്. അതായത് വെള്ളം നന്നായിട്ട് കുടിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ പെയിൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ തലവേദനയൊക്കെ ഉള്ള സമയത്ത് 2 ഗ്ലാസ് വെള്ളം കുടിച്ച് റെസ്റ്റ് ചെയ്താൽ തലവേദന മാറാനുള്ള കാരണം. 90% തലവേദനകളുടെ കാരണം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. ശരീരത്തിൽ വെള്ളം കുറയുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ ദഹനം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ
മാലിന്യങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ വെള്ളം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മാഗ്നറ്റൈസർ വാട്ടർ കുടിക്കുക. ഈ വാട്ടർ എനർജി പാഡ് കൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട്. ഇപ്പൊ വെരിക്കോസ് വെയിനുള്ള ആളുകൾക്ക് കാലിൽ ചുറ്റാം. അതുപോലെ പീരിയഡ് സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വേദന, അബ്ഡോമിനൽ പെയിനൊക്കെ തന്നെ അവർക്ക് വയറിന് മുകളിൽ ഇത് വെച്ച് ഒരു ഷാൾ ഇട്ട് കെട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് മാറ്റം വരുന്നതായിട്ട് ഇഷ്ടംപോലെ അനുഭവങ്ങൾ പല ആളുകളും പറയാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ പെയിനുകളെ കുറയ്ക്കുന്നതിന് വേണ്ടി ഇത് സഹായിക്കാം എന്നർത്ഥം. മൾട്ടിപർപ്പസ് ഒരു എഫക്റ്റ് ഇതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമുക്കുള്ളത് മാട്രസ് പാഡും പില്ലോ പാഡും ആണ്. കിടക്കാൻ ഉപയോഗിക്കുന്ന മാട്രസ് പാഡും പില്ലോ പാഡാണ്. ഇതിനകത്ത് 90 മാഗ്നറ്റിന്റെ വരുന്നുണ്ട്, 110 മാഗ്നറ്റിന്റെ വരുന്നുണ്ട്, അതുപോലെ 130 മാഗ്നറ്റിന് വരുന്നുണ്ട്. അതുപോലെ അതിന്റെ ഫോമിൽ വ്യത്യാസമുള്ളത് അങ്ങനെ 3 തരത്തിൽ അത് വരുന്നുണ്ട്. സെമി ഡീലക്സിൽ വരുന്നുണ്ട്, സൂപ്പർ ഡീലക്സിൽ വരുന്നുണ്ട്, സൂപ്പർ പ്രീമിയത്തിൽ വരുന്നുണ്ട്. അങ്ങനെ 3 വേരിയന്റില് മാട്രസ് പാഡും പില്ലോ പാഡും വരുന്നുണ്ട്. നമ്മൾ കിടക്കുന്ന സമയം, നമ്മൾ കിടക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ ഇത് വിരിക്കുക. 6 അടി നീളം, 3 അടി വീതിയുണ്ട്. പിന്നെ തലയ്ക്ക് വെക്കാൻ ഒരു പില്ലോ പാഡ് ഉണ്ട്. ഇത് നമ്മൾ വിരിച്ച് അതിന് മുകളിൽ ഒരു കോട്ടൺ ഷീറ്റ് ഇട്ട് അതിൽ നമ്മൾ കിടക്കുമ്പോൾ ഒരു 6-7 മണിക്കൂറൊക്കെ ഇതിൽ കിടക്കുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് നമുക്ക് കിട്ടുന്നു. ഒന്നാമത്തെ ഗുണം അതാണ്. വളരെ ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടുന്നു. ഡീപ്പ് സ്ലീപ്പ് കിട്ടിയാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മെയിൻ്റെനൻസ് മെക്കാനിസം ഏറ്റവും കാര്യക്ഷമമായി നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. പ്രത്യേകിച്ച് ലിവറിന്റെ ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ. അപ്പോ നല്ല ഉറക്കം കിട്ടുന്നു. മറ്റൊന്നുള്ളത് രാവിലെ എണീക്കുമ്പോൾ നല്ല ഊർജ്ജസ്വലതയോടുകൂടി എണീക്കാൻ പറ്റുന്നു. പെയിനുകൾ ശരീരത്തിൽ പോയി കൊടുക്കുന്നു. പ്രത്യേകിച്ച് ബാക്ക് പെയിൻ, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ജോയിന്റ് പെയിൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനും കുറയ്ക്കാനൊക്കെ അത് ഒരുപാട് സഹായിക്കുന്നു. സർക്കുലേഷൻ പ്രോപ്പർ ആക്കുകയും ഓക്സിജന്റെ അളവ് ക്രമപ്പെടുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് വരാനുള്ള പലതരത്തിലുള്ള വ്യാധികളെ വരാതിരിക്കുന്നതിനും ഉള്ളതിന് പതിയെ പതിയെ ഇല്ലാതാക്കാൻ സഹായിക്കും. ഹെവി റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. എത്രയോ ആളുകൾക്ക് ഇനി വൈദ്യശാസ്ത്രത്തിൽ ഇനി ചികിത്സ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ കേസുകൾ നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ, ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റും കൂടി യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള റിസൾട്ടുകളുണ്ട്. ഇതൊക്കെ അനുഭവങ്ങളാണ്, അനുഭവ സാക്ഷ്യങ്ങളാണ്. ഇതൊന്നും നമുക്ക് നുണ പറയാൻ കഴിയില്ല. ഓരോ ആളുകൾക്കും കിട്ടിയ റിസൾട്ടുകളാണ്. കാല് മുറിച്ചു കളയണം എന്ന് പറയുന്ന കേസിൽ കാല് മുറിച്ചു കളയാതെ ജീവിതത്തിലേക്ക് വന്ന ആളുകളുണ്ട്. ഡയബറ്റിക് കാർബങ്കിൾ പോലുള്ള അതിഭീകരമായ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ആളുകളുണ്ട്. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് പിന്നെ മെഡിസിനുകള് വർഷങ്ങളായി മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് മെഡിസിൻ കുറയ്ക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എപ്പിലെപ്സി പോലുള്ള പ്രശ്നങ്ങൾക്ക്, അപസ്മാരം അതുപോലെ പ്രശ്നങ്ങൾക്ക് ഹെവി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വേദനകൾ, വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും ഗുണം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഉറക്കമില്ലാത്ത ആളുകൾക്ക് നല്ല ഉറക്കം കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇങ്ങനെ മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന പല ഡിസോർഡറുകളെയും ഡിസ്ഫങ്ഷനുകളും ഒക്കെ തന്നെ അതിന്റെ 99% കാരണം സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഓക്സിജന്റെ കുറവ് കൊണ്ടാണെന്ന് പറഞ്ഞു. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ പങ്ക് നമ്മുടെ പ്രോഡക്റ്റ് സഹായിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. NCRBയുടെ റിപ്പോർട്ടാണ് പെട്ടെന്നുള്ള മരണം കൂടി എന്ന് പറയുന്ന റിപ്പോർട്ട്. NCRB പറയുന്ന ഒരു കാര്യമുണ്ട്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB പറയുന്നത് കേരളം 2ാമതാണ് ഇന്ത്യയിലെ കുഴഞ്ഞു വീണ മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ. 1ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന് 3 ഇരട്ടിയിലധികം ജനസംഖ്യ മഹാരാഷ്ട്രയിലുണ്ട്. 2ാമത് കേരളമാണ്. ജനസംഖ്യാനുപാതത്തിൽ നമ്മൾ അതിനൊന്ന് ടാലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റേറ്റ് കുഴഞ്ഞു വീണ മരണങ്ങൾ നടക്കുന്നത് കേരളത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് കുറെ അറിവില്ലായ്മ കൊണ്ടാണ്. ഇപ്പൊ ഇന്നലെയാണ് പിന്നെ ഒരു 3 യുവ ഡോക്ടർമാര് അവര് പഠനം നടത്തിയുള്ള റിപ്പോർട്ട് ഇപ്പൊ വരികയുണ്ടായി. ഈ പെട്ടെന്നുള്ള മരണത്തില് അവർ നടത്തിയുള്ള പഠനങ്ങൾ, അങ്ങനെയുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ അവർ കണ്ടെത്തിയ ഒരു കാര്യം ഇന്നത്തെ ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരങ്ങൾ, ഓയിലി ഫുഡുകളുടെ അമിതമായ ഉപയോഗം, അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലങ്ങൾ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെട്ടെന്ന് മരിച്ച ആളുകളുടെയൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലൊക്കെ അവർ കണ്ടെത്തിയ ഒരു ഭയാനകമായ കാര്യം എന്ന് പറയുന്നത് അവരൊക്കെ ഹെവി ഫുഡ് രാത്രി കാലങ്ങളിൽ കഴിച്ചിരുന്ന ആളുകളാണെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് ആര് പറഞ്ഞു കൊടുക്കും, എവിടെ പഠിപ്പിച്ചു കൊടുക്കും? നമ്മളൊരു ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കാൻ ആളുകൾക്ക് സമയമില്ല. ആളുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ മാറിയേ പറ്റും. നമ്മുടെ ലൈഫ് ഒരു തവണയാണ് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്നത്. ഇത് ബോധമില്ലായ്മ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും പല ആളുകളും പിന്നെ അതിനെ
വാല്യൂ കൊടുക്കുന്നില്ല, നമ്മുടെ ആരോഗ്യത്തിന് വാല്യൂ കൊടുക്കുന്നില്ല. മറിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴാണ് പിന്നെ ഓടുന്നത്. പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സ്പെഷ്യാലിറ്റി, ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സ എവിടെയാണെങ്കിൽ അങ്ങോട്ട് കിട്ടുന്ന പൈസ മുഴുവനും, ഉള്ള പൈസ മുഴുവനും കടം വാങ്ങിയിട്ടും പിരിച്ചിട്ടും ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ശരീരത്തിന് ആവശ്യമായ വെള്ളം കറക്റ്റ് ആയിട്ട് കുടിച്ചാൽ തന്നെ പല ആളുകൾക്കും ഇന്ന് കാണുന്ന വൃക്കാരോഗങ്ങൾ വരാതെ സംരക്ഷിക്കാൻ പറ്റും. ഉറപ്പായിട്ടും എനിക്കത് പറയാൻ പറ്റും. വെള്ളം കുടിക്കൂല ആളുകൾ, എത്ര ആളുകൾ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകളെ കാണാറുണ്ട്. അവരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് കുറെ ആളുകളൊക്കെ സത്യം പറയാറുണ്ട്, ഇത്ര വെള്ളം കുടിക്കാറുള്ളൂ, 5 ഗ്ലാസ് വെള്ളം 4 ഗ്ലാസ് വെള്ളമൊക്കെയാണ് ചില ആളുകൾ കുടിക്കാറുള്ളത്. വെയിറ്റ് 80 കിലോ ഉണ്ടായിരിക്കും. ആ സമയത്ത് അവർ 20 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ട ആളുകളാണ്, അവിടെയാണ് 5 ഗ്ലാസ് ഒക്കെ കുടിക്കുന്നത്. അപ്പൊ നമ്മുടെ കിഡ്നി പിന്നെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇതിന്റെയൊക്കെ ഫങ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെല്ലണ്ടേ. അപ്പൊ ഈ ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ? വെള്ളം അതിനനുസരിച്ച് കുടിക്കണ്ടേ? ഇങ്ങനെയുള്ള വിവരമില്ലായ്മ കൊണ്ട് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പൊ മൈക്രോ ബ്ലോക്കുകൾ കൂടുന്നു, മയോകാർഡിറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഈ NCRBയുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മയോകാർഡിറ്റിസ് ആണ് മരണകാരണമാകുന്നത്. മയോകാർഡിറ്റിസ് എന്താണ്? ഹൃദയത്തിന് സങ്കോചിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് മയോകാർഡിറ്റിസ്. മയോകാർഡിയം എന്ന് പറയുന്ന ആ പേശിക്ക് അതിന്റെ ഒരു പ്രധാന റീസൺ വെള്ളമില്ലായ്മയാണ്. ശരീരത്തിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ മസിലുകൾ, ഏത് മസിലുകളാണെങ്കിലും ഹാർഡായി പോകും പതിയെ പതിയെ. ഹൃദയത്തിന്റെ മസിലുകൾ ഹാർഡായി പോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, സ്ട്രക്ചേർഡ് വാട്ടർ കുടിക്കുന്നതിന്റെ പ്രസക്തി മനസ്സിലാക്കുക, ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുന്നതിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുക. മാഗ്നറ്റൈസ്ഡ് വാട്ടർ നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട, ഇത് കുടിച്ചിട്ട് നിങ്ങൾക്ക് അനുഭവങ്ങളിൽ നിന്ന് പറയാൻ പറ്റും. എത്രയോ ആളുകൾക്ക് കാലങ്ങളായിട്ടുണ്ടായിരുന്ന UTI പ്രോബ്ലം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മാഗ്നറ്റൈസർ വാട്ടർ കൊണ്ട് മാറിയിട്ടുണ്ട് എത്ര ആളുകൾക്ക്. അപ്പൊ ഈ മരുന്ന് കഴിച്ചിട്ട് ശരീരത്തിൽ ഈ കെമിക്കലുകൾ ചെന്നിട്ട് ശരീരത്തിലെ സെൽ ഡാമേജും ഓർഗാൻ ഡാമേജും സിസ്റ്റം ഡാമേജും ആയിക്കൊണ്ടിരിക്കുന്നതിന് പകരം നമ്മൾ മനസ്സിലാക്കുക, പ്രകൃതിയിലെ ഏറ്റവും നല്ല അല്ലെങ്കിൽ പ്രകൃതി തന്നിട്ടുള്ള, ഈ യൂണിവേഴ്സ് തന്നിട്ടുള്ള ഏറ്റവും നല്ല മരുന്നാണ് വെള്ളം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ആ പ്രകൃതിയിൽ നിന്നുള്ള ആ കാര്യങ്ങളാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളെല്ലാം തന്നെ. അത് ഉപയോഗിച്ച് നല്ല ആരോഗ്യത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. കോവിഡിന് ശേഷം ആഗോള ആയുർദൈർഘ്യത്തിൽ 2 വർഷം കുറഞ്ഞു എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. 120 വയസ്സ് വരെ ജീവിക്കേണ്ട മനുഷ്യൻ ഇപ്പോ 68ലേക്കും അത് കഴിഞ്ഞ് 66ലേക്കും ഏവറേജിൽ വന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇത് ഇങ്ങനെയുള്ള ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഡോക്ടർമാരായ ആളുകൾ പോലും ഇതുപോലെ പെട്ടെന്നുള്ള മരണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന കാർഡിയോളജിസ്റ്റുകള്, ന്യൂറോ സർജന്മാർ, ഡോക്ടർമാർ ചെറുപ്പത്തില് അവരും ഇതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾക്ക് അവരും വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡോക്ടർമാരാണെന്ന് കരുതിയിട്ട് രക്ഷയൊന്നുമില്ല. അവരുടെ ശരീരത്തിലും അറ്റ് പ്രസന്റ് എന്ത് നടക്കുമെന്ന് അവർക്കും പറയാൻ കഴിയില്ല. അപ്പോ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ സൂക്ഷിക്കുക, നമുക്ക് ആരോഗ്യ അവബോധം ഉണ്ടാക്കുക. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുത്ത് നമ്മുടെ രാജ്യം മുഴുവനും അത് വ്യാപിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു ദൗത്യം നമ്മൾ ഓരോരുത്തരും എടുക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടി എനിക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. ഇന്ന് നമ്മുടെ കമ്പനിയിൽ 25 ലക്ഷത്തിലധികം ഹാപ്പി കസ്റ്റമേഴ്സ് നമുക്ക് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ 25 ലക്ഷത്തിലധികം ആളുകളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ MLA മാർ, എത്രയോ പിന്നെ MP മാർ, അതുപോലെ സിനിമാ രംഗത്തുള്ള വ്യക്തികൾ, അതുപോലെ പിന്നെ പല ഒഫീഷ്യൽ റാങ്കിലുള്ള വ്യക്തികൾ, ഇങ്ങനെയുള്ള വ്യത്യസ്ത മേഖലയിലുള്ള മത മേലാധ്യക്ഷന്മാരായിട്ടുള്ള ആളുകൾ, പിന്നെ രാജ്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ, MP മാർ, അതുപോലെ കേന്ദ്രമന്ത്രിമാർ ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം എല്ലാവർക്കും ആരോഗ്യം വേണം എന്നുള്ളതാണ്. അപ്പൊ 25 ലക്ഷത്തിലധികം വരുന്ന ഹാപ്പി കസ്റ്റമേഴ്സ് നമ്മുടെ ബയോടോറിയത്തിൽ ആയി കഴിഞ്ഞു. കേരളത്തിൽ 2.5 ലക്ഷത്തിലധികം ആളുകൾ ആയി കഴിഞ്ഞു. എത്രയോ ആളുകൾക്ക് പറഞ്ഞാലും തീരാത്തത്ര അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളിലൂടെ കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ. ഇന്നത്തെ ഈ സൂമില് ഞാൻ പറഞ്ഞു, ഇത് നമ്മള് മോർ പവർ എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് ആളുകൾ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. മോർ പവർ എന്ന് പറയുന്ന ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റിനെ കുറിച്ചിട്ടാണ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് നമ്മുടെ ശരീരത്തിൽ ബാഹ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടാണെങ്കിൽ, ശരീരത്തിന് ഹീലിംഗ് തരാൻ കഴിയുന്ന ഒരു വെൽനസ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഇന്റേണൽ ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് ബയോടോറിയത്തിന്റെ മോർ പവർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. ഇതൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ് ആണ്.
നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയൊരു ഘടകമാണ്. ഇത് നമ്മൾ പറയാറുണ്ട് സമീകൃത ആഹാരം കഴിക്കണം എന്ന് പറയാറുണ്ട്. ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. പക്ഷെ അതൊന്നും നമുക്കിപ്പോ കിട്ടുന്നില്ല. നമ്മള് മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾ അരിയാഹാരമാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ ദോഷം ചെയ്യുന്ന വേറെ കാര്യം. പക്ഷെ നമ്മുടെ ശരീരത്തിന് ന്യൂട്രീഷൻ ആവശ്യമാണ്, പോഷകങ്ങൾ വേണം. പോഷകങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ അത് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് പോകും, പോഷക ദാരിദ്ര്യത്തിലേക്ക് പോകും, സെൽ ഡാമേജ് വരും, അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും, സിസ്റ്റങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും, നമ്മൾ ഹെൽത്ത് ഇല്ലാതെ പോകും എന്നുള്ള. അപ്പൊ ന്യൂട്രീഷൻ വളരെ ആവശ്യമാണ്. അത് നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന മേഖല. പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും ഇതിൽ ചേരുന്നത്. ഇതിലൊരു കെമിക്കൽ പദാർത്ഥങ്ങളോ ശരീരത്തിന് ദോഷം ഉണ്ടാകുന്ന ഒന്നും തന്നെ ഇതിൽ ചേരില്ല എന്നുള്ളതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റിന്റെ പ്രത്യേകത. ഇത് ഈ ഒരു കോമ്പിനേഷൻ മോർ പവർ എന്ന് പറയുന്ന ഈ ഹെർബൽ കോമ്പിനേഷൻ കണ്ടെത്തിയിട്ടുള്ളത് പ്രൊഫസർ വിനയ് ഹിവാരെ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ബയോ ടെക്നോളജിസ്റ്റ് ആണ്, അതുപോലെ റിസർച്ചറാണ്, സയന്റിസ്റ്റ് ആണ്, കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹമാണ് ഈ ഒരു കോമ്പിനേഷൻ കണ്ടെത്തിയിട്ടുള്ള ഒരു വ്യക്തി. ഇത് ഇന്ന് ഇന്ത്യയിൽ ബയോട്ടോറിയം മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് എല്ലാ ആളുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വളരെയധികം ഒരുപാട് അഡ്വാൻറ്റേജുകളുള്ള, ഒരുപാട് നന്മകളും ഗുണങ്ങളും സവിശേഷതകളുമുള്ള, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരമായ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയുന്നത് മോർ പവർ എന്നുള്ളതാണ്. ചെറിയൊരു അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് ദിവസേന കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഇല്ലാതേക്കാനും നമ്മുടെ ശരീരത്തിന് കുറെ ഗുണങ്ങൾ കിട്ടുന്നു. ഒരുപാട് സർട്ടിഫിക്കേഷനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഉൽപ്പന്നത്തിന്. ഇത് ക്ലിനിക്കലി അപ്രൂവഡ് ആണ്, ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്, NABL സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ്. അതായത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലാബോറട്ടറീസിലെ ഉൽപ്പന്ന ടെസ്റ്റ് നടത്തി അത് പുറത്തിറക്കിയിട്ടുള്ള ഉൽപ്പന്നമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പരമോന്നതമായ അംഗീകാരമാണ് ആയുഷ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മോർ പവർ എന്ന് പറയുന്നത്. ഇത് ആയുർവേദ സിദ്ധ യുനാനി കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു 44ഓളം ഇൻഗ്രീഡിയന്റ് ഇതിനകത്തുണ്ട്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഇൻഗ്രീഡിയന്റുകളാണ്. ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്നു. എന്തിനു വേണ്ടി ന്യൂട്രാസ്യൂട്ടിക്കൽ കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാരണങ്ങൾക്കാണ്. ഒന്ന്, നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് പുറന്തള്ളപ്പെടുന്നതിന് വേണ്ടിയിട്ടും, അത് ആ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും, ഡെഫിഷ്യൻസീസ് ഉള്ള അല്ലെങ്കിൽ കുറവുകളുള്ള സാധനങ്ങൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പൊ എക്സസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ വരുന്ന ഫാറ്റ്, അസിഡിക് ഡ്രിങ്കുകൾ, അതുപോലെ കൊളസ്ട്രോള്, കാർബോഹൈഡ്രേറ്റ്, ഷുഗർ, സാൾട്ട്, കെമിക്കൽ, റിഫൈൻഡ് പ്രൊഡക്റ്റുകൾ, മീറ്റ്, അനിമൽ പ്രൊഡക്ട്സ്, കഫീൻ, അതുപോലെ മെഡിസിനുകൾ, പെസ്റ്റിസൈഡുകൾ, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ അറിയാതെ ചെന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പുറന്തള്ളപ്പെടണം. പിന്നെ കുറവുകളുള്ളതാണ് പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബേഴ്സ്, മൈക്രോന്യൂട്രിയൻസ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സുകൾ, അമിനോ ആസിഡ്സുകൾ, എൻസൈമുകൾ, വാട്ടർ, ട്രേസ് എലമെന്റ്സ്, ഇങ്ങനെ തുടങ്ങുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ കുറവാണ്. അത് ഏതൊക്കെ കുറവ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വെള്ളത്തിന് കുറവ് നമുക്ക് വെള്ളം കുടിച്ച് തീർക്കാം. പക്ഷെ മറ്റുള്ള സാധനങ്ങളുണ്ടല്ലോ, ഇപ്പോ അമിനോ ആസിഡ്സുകൾ, മിനറൽസ്, ജീവകങ്ങൾ, ധാതുക്കൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, ഇതിന്റെ കുറവ് നമ്മൾ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ശരീരത്തിന് ന്യൂട്രീഷൻ കൊടുത്തേ പറ്റൂ. ശരീരം നമ്മുടെ ഭക്ഷണത്തിലൂടെ പോഷകങ്ങൾ ചെന്നാലേ ശരീരത്തിലെ സെല്ലുകൾക്ക് പോഷകങ്ങൾ കിട്ടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. കാർബോഹൈഡ്രേറ്റ് മാത്രം എക്സസ് ആയിട്ട് പോയാൽ പോരാ. അപ്പൊ മോർ പവർ നമ്മൾ കഴിക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടുന്നു എന്നുള്ളത് ഈ ഒരു പിക്ചറിലൂടെ കാണാൻ പറ്റും. ഇതിൽ ഓൾ വൈറ്റമിൻസ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനുകൾ, റിച്ച് വൈറ്റമിൻസ് ഇതിനകത്തുണ്ട്. എല്ലാ വൈറ്റമിൻസും ഉണ്ട്. നൈട്രിക് ഓക്സൈഡ് ഇതിനകത്തുണ്ട്. പ്രകൃതിദത്തമാണ്, എല്ലാം പ്രകൃതിദത്തമാണ്. ഇതിലൊരു കെമിക്കൽ ആഡും ഇതിൽ ഇല്ല. നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞെങ്കിൽ രക്തക്കുഴലുകളിൽ രക്തം പ്ലക്ക് അടിഞ്ഞുകൂടാതിരിക്കാൻ നൈട്രിക് ഓക്സൈഡ്, ആ നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ വേണം. അപ്പോ റിയൽ ഏജ് വരാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ അത് നൈട്രിക് ഓക്സൈഡ് ആണ് അത് സഹായിക്കുന്നത്. അപ്പൊ നൈട്രിക് ഓക്സൈഡ് ഇതിനകത്ത് പ്രകൃതിദത്തമായിട്ടുണ്ട്. മിനറൽസ് ഉണ്ട്, അതായത് ധാതുക്കൾ ഇതിനകത്തുണ്ട്. ധാതുപുഷ്ടി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ധാതുക്ഷയം എന്നൊക്കെ നമ്മൾ പറയാറില്ല. അപ്പൊ ആ ധാതുക്ഷയം ഇല്ലാതേക്കാനും ധാതുപുഷ്ടി ഉണ്ടാക്കാൻ ആ മിനറൽസ് ഇതിനകത്തുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുണ്ട്. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞെങ്കിൽ നിരോക്സീകാരികൾ, ഓക്സീകരണത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഘടകങ്ങളാണ് ആന്റി ഓക്സിഡന്റുകൾ. അത് ഫ്രൂട്ട്സിലൊക്കെ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട്, സീഡ്സുകളിലൊക്കെ ഉണ്ട്. അതുപോലെ ആൽക്കലോയിഡ്സുകൾ ഇതിനകത്തുണ്ട്. ആൽക്കലോയിഡ്സുകൾ എന്ന് പറഞ്ഞെങ്കിൽ അനാൽജസിക് ആണ്, ആന്റി ഇൻഫ്ലാമേറ്ററി ഏജന്റുകളാണ്. ശരീരത്തിൽ പെയിന്, വേദന, അതുപോലെ
പോലുള്ള ഘടകങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഘടകങ്ങളാണ് ആൽക്കലോയിഡ്സുകൾ. അപ്പോ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളുടെ ഒരു കലവറയാണ് മോർ പവർ എന്ന് പറയുന്നത്. വളരെ കുറച്ചേ കഴിക്കേണ്ടുള്ളൂ. ഒരു ദിവസം 2 ഗ്രാം മാത്രമേ ഇത് കഴിക്കേണ്ടുള്ളൂ. നാവിൽ വെച്ച് അലിയിച്ച് കഴിച്ചാൽ മതി. ഒരു ലേഹ്യത്തിന്റെ രൂപത്തിലാണ് ഇത് ഇറങ്ങുന്നത്. ഹെവി റിസൾട്ട് പ്രൊഡക്റ്റ് ആണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും സിസ്റ്റങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ബോഡി ഡാമേജ് ആകാനുള്ള കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നമുക്കറിയാൻ പറ്റും, അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ ഉണ്ടാവുന്ന പോയിസണുകള്, പെസ്റ്റിസൈഡ്സുകള്, അതുപോലെ എത്രയോ പിന്നെ ചെറു കണങ്ങളായിട്ടുള്ള പ്ലാസ്റ്റിക്കൊക്കെ നമ്മുടെ ബോഡിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി ഫുഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബോഡി ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇൻസൈഡ് ബോഡി, നമ്മുടെ ഇന്നർ ബോഡി ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സെൽ ഡാമേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പൊല്യൂഷൻ ഉണ്ട്, പിന്നെ പല പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതൊന്നും എന്താ നമുക്കൊരു മോചനം? ഇതൊന്നൊരു മോചനം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് ശരീരത്തിന് പോഷകം കൊടുത്തുകൊണ്ട് സെല്ലുകൾ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. സെല്ലുകൾ ഊർജ്ജസ്വലതയോടുകൂടി കാര്യക്ഷമമായിട്ട് അതിന്റെ ധാർമ്മികത ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മോർ പവറിനകത്തുണ്ട്. അത് നമ്മൾ കഴിക്കുക. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും സിസ്റ്റങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഉൽപ്പന്നമായിട്ട് നമ്മുടെ മോർ പവർ കാണുന്നുണ്ട്. വേൾഡ് ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ് നിരോക്സീകാരികൾ. ഓക്സീകരണം നമ്മുടെ ശരീരത്തിൽ അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്സിജൻ ശ്വസിക്കുന്ന ഓക്സിജനുമായിട്ടുള്ള സമ്പർക്കം സെൽ ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്സിജൻ പിന്നെ ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറുന്നുണ്ട്. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അപ്പൊ ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെതിരെ പ്രവർത്തിക്കാനും സെൽ ഡാമേജ് കുറയ്ക്കാനൊക്കെ ഉപകരിക്കുന്ന ഘടകങ്ങളാണ് ഈ ആന്റി ഓക്സിഡന്റുകൾ, നിരോക്സീകാരികൾ. അത് ഇതിനകത്ത് ധാരാളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇത് രണ്ട് വിഭാഗത്തിലാണ് വരുന്നത്. ഒന്നതിൽ റെഗുലർ വരുന്നുണ്ട്, റെഗുലർ. പിന്നെ ഒന്ന് പ്രീമിയം വരുന്നുണ്ട്. റെഗുലറിൽ 36 ഇൻഗ്രീഡിയന്റും പ്രീമിയത്തിൽ 44 ഇൻഗ്രീഡിയന്റും ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇത് റിച്ച് ആന്റി ഓക്സിഡന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഫ്രീ റാഡിക്കൽസ് ഇല്ലാതേക്കുന്നു. ഫ്രീ റാഡിക്കൽസ് അറ്റാക്ക് കൊണ്ട് സെൽ ഡാമേജ്, സെല്ലുകൾക്ക് വരുന്ന ഘടനാപരമായ വ്യതിയാനങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ആന്റി ഓക്സിഡന്റ് ആയിട്ട്, നിരോക്സികാരിയായിട്ട് പ്രവർത്തിക്കുന്നു. സെല്ലുകളെല്ലാം ആക്റ്റീവ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഇവിടെ കാണാൻ പറ്റും. ഒരു ആപ്പിൾ മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറുത്തു പോകാം, കട്ടിയുടെ ഭാഗം. അത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ട് സംഭവിക്കുന്ന ഒരു ഘടകമാണ്. ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ സെൽ ഡാമേജ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും നോർമൽ സെല്ല്, അതുപോലെ തന്നെ പിന്നെ ഈ ഫ്രീ റാഡിക്കൽ അറ്റാക്ക് വന്നിട്ടുള്ള സെല്ല്, അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ട് ഡാമേജ് ആയിട്ടുള്ള സെല്ലുകൾ. ഇതൊക്കെ മനുഷ്യനും ബാധകമാണ്. അപ്പൊ ഇതിന് നമ്മൾ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഡാമേജിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. ആന്റി ഓക്സിഡന്റ് നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാ സിസ്റ്റങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഇതിൽ റെഗുലറിൽ വരുന്ന ഇൻഗ്രീഡിയന്റുകളെ ഞാനൊന്ന് വേഗം പറഞ്ഞു പോകാം. നാച്ചുറൽ ഇൻഗ്രീഡിയന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് വേഗം പറഞ്ഞു പോകാം. അതില് ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് അർജുന എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. ടെർമിനേലിയ അർജുന എന്ന് പറയും, നീർമരുത് എന്ന് പറയും, ആറ്റുമരുത് എന്നൊക്കെയാണ് ഇതിന് മലയാളത്തിൽ പറയുന്നത്. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ, ബ്ലഡ് പ്രഷർ നോർമലാക്കാൻ, ചെസ്റ്റ് പെയിൻ ഇല്ലാതെക്കാൻ, ആസ്മ ഇല്ലാതെക്കാൻ, ഹാർട്ട് ഡിസീസ് വരാതിരിക്കുന്നതിന് വേണ്ടി, ഒബേസിറ്റി കൂടുതൽ പൊണ്ണത്തടി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇല്ലാതെക്കുന്നതിന് വേണ്ടി, ലിവർ ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ അർജുന ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദത്തില് നീർമരുത് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതിനകത്തുണ്ട്. പിന്നെ കാർഡമം ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. എലൈച്ചി എന്ന് പറയുന്ന ഏലക്കായ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഏലക്കായ നമുക്കറിയാൻ പറ്റും സ്റ്റൊമക്ക് ഡിസോർഡറുകൾക്കൊക്കെ ഏലക്കായ വളരെ ബെസ്റ്റ് ആണ്. വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ നൗസിയ, വോമിറ്റിംഗ് എന്നൊക്കെ പറയും, മനം വരട്ടൽ, ഛർദി വരാതിരിക്കുന്നതിന് വളരെ നല്ലതാണ്. അതുപോലെ ജോയിന്റ് പെയിൻ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. പേശി വേദനകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി വളരെ നല്ലതാണ്. അതുപോലെ സോർ ത്രോട്ട്, തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ്. കഫ്, ചുമ പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ്. അതുപോലെ ബോഡിയിൽ നിന്ന് ടോക്സിൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഏലക്ക ഉപകരിക്കുന്നുണ്ട്. വേറൊന്നുള്ളത് അനാസൈക്ലിസ് പൈറത്ര എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ്, അകർക്കാര, അക്കിക്കറുക എന്ന് മലയാളത്തിൽ പറയും. പല്ലുവേദന ചെടി എന്ന് പറയുന്ന ഒരു പേരും കൂടി ഇതിനുണ്ട്, പല്ലുവേദന ചെടി. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫ്രോഡിസിയക് ഏജന്റ് ആണ്. അഫ്രോഡിസിയക് എന്ന് പറഞ്ഞെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള ഡിസയർ
താല്പര്യം കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഘടകങ്ങളാണ് അഫ്രോഡിസിയാക് എന്ന് പറയുന്നത്. അത് ഇതിനകത്തുണ്ട്. പിന്നെ പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ഈ പ്രിമേച്വർ ഇജാക്കുലേഷൻ, ശീഘ്രസ്ഖലനം പോലുള്ള പ്രശ്നങ്ങൾ. ഇത് ഒഴിവാക്കാനും ഈ ഒരു ഇൻഗ്രീഡിയന്റ്, ഈ ഒരു മരുന്ന് ആയുർവേദത്തിൽ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഇത് ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. നെർവ് ഫംഗ്ഷനുകള്, നാഡീവ്യൂഹത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ദഹനം കറക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. പല്ലുമായി ബന്ധപ്പെട്ട, മോണയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ലഘൂകരിക്കാനും ഇത് സഹായിക്കുന്നു. റെസ്പിറേറ്ററി ഇഷ്യൂസ്, ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ, ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. നെർവസ് സിസ്റ്റത്തെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ജോയിന്റ് പെയിൻ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ വായ്ക്കകത്ത് സലൈവ കുറവുള്ള ആളുകൾക്ക്, ഉമിനീര് കുറയുന്ന പ്രശ്നമുള്ള ആളുകൾക്ക് അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ആന്റി ഓക്സിഡന്റ് ആണ്, നിരോക്സികാരിയാണ്. അതുപോലെ ഡയബറ്റിക്കിന് വളരെ നല്ലതാണ്. പ്രമേഹത്തിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഈ അക്കിക്കറുക എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതുപോലെ ബ്രെയിൻ ഫംഗ്ഷൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. റോയൽ ജെല്ലി എന്ന് പറഞ്ഞാല് തേനീച്ചകൾക്കും ലാർവകൾക്കും കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഈ റോയൽ ജെല്ലിയുടെ പ്രത്യേകത, ഇത് റിച്ച് വൈറ്റമിൻ ബി കോംപ്ലക്സ് ഇതിനകത്തുണ്ട്. വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ ബി എന്ന് പറയുന്നത് 8 വൈറ്റമിനുകളാണ്. തയാമിൻ, അതായത് B1, B2, B6, അതുപോലെ B5, B3, അതുപോലെ B7, B9, അതുപോലെ B12. ഇതൊരു സാധനങ്ങളാണ് ബി കോംപ്ലക്സ് ഉള്ളത്, വൈറ്റമിൻ ബി കോംപ്ലക്സിലുള്ളത്. ഇത് റിച്ച് ആണ് ഇതിനകത്ത്. ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ശരീരത്തിന് എനർജൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ ആന്റി ഏജിംഗ് ആയിട്ട് പ്രവർത്തിക്കുന്നു. വയസ്സ് വർദ്ധിക്കുന്ന പ്രവണത കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ബ്ലഡ് ലെവൽ നോർമലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. ഹോർമോൺ ലെവൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. മെനോപോസ്, സ്ത്രീകളിലെ പീരിയഡ് അവസാനിക്കുന്ന ഒരു ഘട്ടം ഉണ്ടല്ലോ, മെനോപോസ് എന്നാണ് ഞാൻ പറയുന്നത്, ആർത്തവ വിരാമം, ആ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രോസ്ട്രേറ്റ് പ്രോബ്ലം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞെങ്കിൽ കൂടുതൽ സെക്ഷൽ ആയിട്ടുള്ള പവർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു. പീരിയഡ് സമയത്തുണ്ടാകുന്ന വേദന കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. സ്ത്രീകളിൽ ഓവല്യൂഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അണ്ടോത്പാദനം കറക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. സ്ട്രെസ്, ഡിപ്രഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. സമ്മർദ്ദങ്ങളും വിഷാദങ്ങളും കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. ലിവർ പ്രോബ്ലം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഡയബറ്റിക്കിന് വളരെ നല്ലതാണ്. ബ്ലഡ് പ്രഷർ നോർമലാക്കാൻ സഹായിക്കുന്നു. കൊളസ്ട്രോൾ നോർമലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ആന്റി ഇൻഫ്ലാമേറ്ററി ഏജന്റ് ആണ്. അതുപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളെ ലഘൂകരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ കുറെ ഗുണങ്ങൾ റോയൽ ജെല്ലിക്ക് ഉണ്ട്. പിന്നെ കറുവപ്പട്ടുണ്ട്, ഡാൽച്ചിനി, സിന്നമോൺ സൈലാനിക്കം എന്നാണ് പറയുന്നത്. കറുവപ്പട്ട നമുക്കറിയാൻ പറ്റും, ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ ലിവർ ഹെൽത്തിന് വളരെ നല്ലതാണ്. ലിവറിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇങ്ങനെ കുറെ എഫക്റ്റുകൾ കറുവപ്പട്ടയ്ക്ക് ഉണ്ട്. അത് ഇതിനകത്ത് ഇൻഫ്ലാമേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ബോഡിയിൽ കറുവപ്പട്ട. പിന്നെ കാകനാസിക എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അത് കക്കാച്ചുണ്ട് എന്ന് പറയും, പുലിനകം എന്നൊക്കെയാണ് ഇതിൽ മലയാളത്തിൽ പറയുന്നത്. ഇത് എപ്പിലെപ്സിക്ക് വളരെ നല്ലതാണ്. അപസ്മാര ചികിത്സയിലൊക്കെ ആയുർവേദം ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണിത്. ആന്റി ഇൻഫ്ലാമേറ്ററി ഏജന്റ് ആണ്. നീർക്കെട്ടുകള്, വേദന, അതുപോലെ സംഭവം കുറയ്ക്കാൻ സഹായിക്കുന്നു. TB രോഗമുള്ള ആളുകൾക്ക്, ട്യൂബർകുലോസിസ്, ക്ഷയം, അതൊക്കെ ഇല്ലാതാക്കാനും കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ ഒന്നുള്ള ആൾമോണ്ട് എന്ന് പറഞ്ഞാൽ ബദാമാണ്. ബദാം ഇതിനകത്ത് ചേരുന്നുണ്ട്. ബദാം നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയാണ് ഏറ്റവും കൂടുതൽ ഗുണപ്പെടുത്തുന്നത്. കേന്ദ്ര നാഡീവ്യൂഹം, അതുപോലെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ, GI ട്രാക്റ്റിൽ വരുന്ന ഡിസോർഡർ ഇല്ലാതേക്കും. യൂറോജനറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ യൂറിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ, മെമ്മറി വർദ്ധിപ്പിക്കാൻ, അതുപോലെ ആന്റി ഏജിംഗ് ആയിട്ട് വയസ്സ് വർദ്ധിക്കുന്ന പ്രക്രിയ കുറയ്ക്കാനൊക്കെ ബദാം ഉപയോഗിക്കുന്നുണ്ട്. ബദാം ഇതിൽ ചേരുന്നുണ്ട്. ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം ഇതിനകത്ത് ചേരുന്നുണ്ട്. ഈത്തപ്പഴം നമുക്ക് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സെക്ഷൽ വിഗർ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ നാഗകേസര എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ്, നാഗപ്പൂവ് എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുന്നത്. നാഗപ്പൂവ് ഇത് ഇതിനകത്ത് ചേരുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും പനി, ടെമ്പറേച്ചർ കൂടുതലുള്ള അവസ്ഥയിൽ അത് കുറയ്ക്കാൻ, വോമിറ്റിങ്, ഛർദി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, കോമൺ കോൾഡ്, കഫ്, ജലദോഷം, ചുമ പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ബ്ലീഡിങ് പൈൽസ്, രക്താർശസ്, അതിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഈ സ്കിന്നിന് വളരെ നല്ലതാണ്.
അതായത് മാനേജിങ് സ്കിൻ പ്രോബ്ലം ഇല്ലാതാക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ നാഗപ്പൂവ്. പിന്നെ സഫേദ് മുസ്ലി എന്നാൽ നിലപ്പരക്കിഴങ്ങ് സഫേദ് മുസ്ലി, അത് ഇതിനകത്ത് ചേരുന്നുണ്ട്. ഇതൊരു സെക്ഷൽ പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പ്രിമേച്ചർ ഇജാക്കുലേഷൻ, പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ശീഘ്രസ്ഖലനം പോലുള്ള പ്രശ്നങ്ങൾ, ഉദ്ധാരണക്കുറവ്, അതൊക്കെ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. വെയിറ്റ് മാനേജ്മെന്റ് ഉപയോഗിക്കുന്നു. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. UTI പ്രോബ്ലം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്റ്റിൽ വരുന്ന ഇൻഫെക്ഷൻ, മൂത്രാശയ അണുബാധ, അതുപോലുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപകരിക്കുന്നു. അങ്ങനെയുള്ള കുറെ ഗുണങ്ങളുണ്ട്. ആർത്രൈറ്റിസ് വരാതിരിക്കാനൊക്കെ, വാദം. പിന്നെ ശതാവരി ആസ്പെറാഗസ് റസമോസസ് എന്ന് പറയും. പ്യൂൺ ഓഫ് ഹെർബ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് പിന്നെ മരുന്നുകളിലെ രാജ്ഞി എന്നറിയപ്പെടുന്നതാണ് ശതാവരി. ശതം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവ്. ആയുർവേദത്തിലെ വാത പിത്ത കഫ എന്ന് പറയുന്ന ത്രിദോഷ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആയുർവേദം രോഗങ്ങളെ കാണുന്നത്, രോഗനിവാരണം നടത്തുന്നത് ഈ ത്രിദോഷ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ിലേക്ക് കൊണ്ടുവരാൻ ശതാവരിക്ക് കഴിയുന്നു. റീപ്രൊഡക്റ്റീവ് ടോണിക്കാണ്. മെയിലിനും ഫീമെയിലിനും ഇത് ഉപകരിക്കുന്നു എന്നുള്ളതാണ്. റീപ്രൊഡക്റ്റീവ് പ്രോബ്ലം, പിന്നെ ഈ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ക്രാംസുകൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഫെർട്ടിലിറ്റി പ്രോബ്ലം, കുട്ടികളില്ലാത്ത വന്ധ്യതയുടെ പ്രശ്നങ്ങൾ, മെനോപോസിസ് സിംറ്റംസ്, ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ, സ്പേം പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ബീജത്തിന്റെ അളവ് കൂടുന്നതിന് സ്പേമിന്റെ അളവ് കൂടാനൊക്കെ സഹായിക്കുന്നു. ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്നു. അഫ്രോഡീസിയക് ഏജന്റ് ആണ്. അങ്ങനെ കുറെ ഗുണങ്ങൾ ശതാവരിക്കുണ്ട്. പിന്നെ ജയ്ഫൽ എന്ന് പറയുന്ന ജാതിക്ക ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സ്വെല്ലിങ്, നീർക്കെട്ടുകൾ, നീര് ഒക്കെ ഒഴിവാക്കാൻ ശരീരത്തെ സഹായിക്കുന്ന ഒന്നാണ് ഈ ജാതിക്ക എന്ന് പറയുന്നത്. അതുപോലെ സ്കിന്നിന് വളരെ നല്ലതാണ്. പിന്നെ കാഗോളിക്ക് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ക്ഷീര കാഗോളി എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുന്നത്. ഇത് ബ്രോങ്കയിൽ ആസ്മയ്ക്ക് വളരെ നല്ലതാണ്. ചുമ, കുത്തിയുള്ള ചുമ, വിട്ടുമാറാത്ത ചുമ, അതിനൊക്കെ ഇത് ഉപകരിക്കുന്നു. റെജുവിനേറ്റീവ് ഏജന്റ് ആണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. അതുപോലെ കോകിലാക്ഷ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ്, വയൽച്ചുള്ളി എന്ന് പറയും. പാടങ്ങളിലൊക്കെ കാണുന്ന ഒരു ചെടിയാണിത് വയൽച്ചുള്ളി. ആ വയൽച്ചുള്ളി ഇതിനകത്ത് ചേരുന്നുണ്ട്. വളരെ പവർഫുൾ അഫ്രോഡിസിയക് ഏജന്റ് ആണ്. അതുപോലെ തന്നെ സെക്ഷൽ പ്രോബ്ലംസ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഡയൂറിറ്റിക് പ്രോപ്പർട്ടിയാണ്. മൂത്രണത വർദ്ധിപ്പിക്കും. യൂറിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. യൂറിൻ സ്റ്റോണൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാനൊക്കെ സഹായിക്കും. അപ്പോ പിന്നെ അതുപോലെ ഹെൽപ്പ് പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടീസ്, അപ്പൊ ഈ യൂറിൻ മൂത്രാശയവുമായി ബന്ധപ്പെട്ടുള്ള സകല വിഷയങ്ങൾക്കും ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു ഗംഭീരമായ മരുന്നാണ് ഈ വയൽച്ചുള്ളി എന്ന് പറയുന്നത്. അത് ഇതിനകത്ത് ഉണ്ട്. ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാല് ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ, കരൾ വീക്കം പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ മഞ്ഞപ്പിത്തത്തിന്റെ വകഭേദങ്ങൾ, അതിനൊക്കെ വയൽച്ചുള്ളി ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ പിപ്പലി, പേപ്പർ ലോങ്ങം, ടിപ്പലി എന്ന് മലയാളത്തിൽ പറയും, അത് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഡയബറ്റിക്കിന് വളരെ നല്ലതാണ് ടിപ്പലി. ഡയബറ്റിക് വരാതിരിക്കാനും അതിനെ നോർമലാക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. സ്കെൽറ്റൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. എല്ലുകളുടെ ബലത്തിനൊക്കെ വളരെ നല്ലതാണിത്. അഫ്രോഡിസിയക് ഏജന്റ് ആണ്. അതുപോലെ തന്നെ നല്ലതാണ്. പിന്നെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് ക്രമം നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. ഒരു ഘടകമാണ് ഈ തിപ്പലി എന്ന് പറയുന്നത്. പിന്നെ ഷയോഹനാക്ക് എന്ന് പറയുന്ന ഒരു പിന്നെ ചെടി ഇതിനകത്ത് ചേരുന്നുണ്ട്. ഇത് ദശമൂലം എന്ന് പറയുന്നത്, ദശമൂലം നമ്മൾ കേട്ടിട്ടുണ്ട്, ദശമൂലം, അതിലൊന്നാണ് ഈ ഷയോനാക്ക്. അത് പലകപ്പയ്യാനി എന്ന് പറയും. അത് വെള്ളപ്പാതിരി എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത്. അതാണ് ഈ ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ഇത് ഫീവറിന്, പനിക്ക് ഉപയോഗിക്കുന്ന ആയുർവേദം, ചുമ, വയറിളക്കം, അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഗുണം ചെയ്യുന്നു എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ സൈറ്റോടോക്സിക്, അതായത് സെല്ലുകളിലെ വിഷപദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുന്ന ആ പ്രവണത ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ മെറ്റാസ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ്, അതായത് ക്യാൻസറിന്റെ വ്യാപനത്തിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ വ്യാപനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഈ പലകപ്പയ്യാനി സഹായിക്കുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ കോക്കനട്ട്, നാളികേരം ചേരുന്നുണ്ട്. ഹൈലി ന്യൂട്രിയന്റ് ആണ് നാളികേരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് ബെനിഫിറ്റിന് വളരെ നല്ലതാണ്. പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് നാളികേരം എന്ന് പറയുന്നത്. പിന്നെ
ഭൂനിംബ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അത് നിലവേമ്പ് എന്ന് പറയും, കിരിയാത്ത എന്നൊക്കെ പിന്നെ മലയാളത്തിൽ പറയും, കിരിയാത്ത. ഇത് ഡൈജഷൻ വളരെ നല്ലതാണ്. അതുപോലെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ പനി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു, ടെമ്പറേച്ചർ നോർമലാക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ വേംസ്, ഈ കുടലിനകത്ത് ഉണ്ടാവുന്ന വേംസുകൾ അതില്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചർ, ഇഞ്ചി ഇതിനകത്ത് ചേരുന്നുണ്ട്. ഇഞ്ചിയെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല, ഇഞ്ചി നമുക്കൊക്കെ അറിയാൻ പറ്റും. ദഹന സംബന്ധമായ സകലമായ പ്രശ്നങ്ങൾക്കും ഇഞ്ചി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അസിഡിറ്റി, ഗ്യാസ്, നെഞ്ഞെരിച്ചൽ അതുപോലുള്ള പ്രശ്നങ്ങൾ, സെക്ഷൽ ഡെബിലിറ്റി, പിന്നെ അത് പിന്നെ ആ ഒരു കുറവുകളൊക്കെ പരിഹരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ലിവർ ഡെബിലിറ്റി പരിഹരിക്കാൻ സഹായിക്കുന്നു. ദഹനക്കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്നു. ചുമ, തലവേദന പോലുള്ള പ്രശ്നങ്ങൾ, നെർവ്സ് ഡിസീസുകൾ, അതുപോലെ ഇൻഫെക്ഷനുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ ഉള്ളത് മുത്തങ്ങ എന്ന് പറയും, മുത്തങ്ങ അതിനകത്ത് ചേരുന്നു. മുത്തങ്ങക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. ഹാർട്ട്, ഈ പിന്നെ എന്താ പറയാ, ആന്റി സ്പാസ്മോഡിക് ആണ്. ഈ വയറുവേദന ആന്റി ഇൻഫ്ലാമേറ്ററി ആണ്. നീർക്കെട്ടുകൾ ഒഴിവാക്കാൻ ആന്റി ഡയബറ്റിക് ആണ്. ആന്റി ഓക്സിഡന്റ് ആണ്. സ്കിൻ ഡിസീസിന് വളരെ നല്ലതാണ്. എക്സിമ പോലുള്ള സ്കാബീസിനൊക്കെ വളരെ നല്ലത്. ഇച്ചിങ്, ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ, അൾസറിന് വളരെ നല്ലതാണ്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ്. എൻഹാൻസസ് ദ സൈസ് ഓഫ് ദ ബ്രസ്റ്റ്, സ്ത്രീകൾക്കൊക്കെ ഉപകരിക്കുന്നു. ഇങ്ങനെയുള്ള കുറെ ഗുണങ്ങളുണ്ട്. വോമിറ്റിങ്ങിന്, ഡയറിയ, ഡിസ്പെപ്സിയ, ദഹന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ബോഡി ടെമ്പറേച്ചർ നോർമൽ. അതുപോലെ സ്പ്ലീൻ ആൻഡ് പാൻക്രിയാസ്, അതിനൊക്കെ കൂടുതൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. പിന്നുള്ളത് പിന്നെ കിഴാർനെല്ലി എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. ഫിലാന്തസ് നിരോരി എന്ന് പറയും കിഴാർനെല്ലി. ഭൂമി അമലകി എന്ന് തന്നെ പറയുന്നത്, ഭൂമി അമലകി എന്ന് സംസ്കൃതത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാം കിഴാർനെല്ലി ലിവറിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കിഡ്നി സ്റ്റോണിനൊക്കെ വളരെ നല്ലതാണ്. ഗാൾ ബ്ലാഡർ സ്റ്റോൺ ഒക്കെ ഒഴിവാക്കാൻ വളരെ നല്ലതാണ്. ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. ബ്ലഡ് പ്രഷർ നോർമലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ദഹനം വർദ്ധിപ്പിക്കാനും വിശപ്പ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ലിവർ സംബന്ധിച്ച സകല രോഗങ്ങൾക്കും ആയുർവേദം കൊടുക്കുന്ന കിഴാർനെല്ലിയാണ്. മഞ്ഞപ്പിത്തത്തിന്റെ എല്ലാ വകഭേദങ്ങളും കുറയ്ക്കാനും നോർമലാക്കാനും കിഴാർനെല്ലിയാണ് ആയുർവേദം ഉപയോഗിക്കുന്നത്. ഇതിനകത്തുണ്ട്. പിന്നെ ദ്രാക്ഷ അഥവാ മുന്തിരിക്കുരു ഇതിനകത്ത് ചേരുന്നുണ്ട്. മുന്തിരിയുടെ ഗുണങ്ങൾ നമുക്കറിയാലോ, ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ വില്വം എന്ന് പറയും, കൂവളം എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ്. കൂവളം ഒരു പിന്നെ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സ്കെർവി, പകർച്ചവ്യാധികൾ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഹാർട്ട് ഡിസീസ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ശരീരത്തിന് തണുപ്പ് കൊടുക്കാൻ സഹായിക്കുന്നു. ഗ്യാസ്ട്രോ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സഹായിക്കുന്നു, നമ്മുടെ ദഹനവ്യൂഹത്തിനകത്തുള്ളത്. അതുപോലെ തന്നെ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയാണ്. ഈ പലതരത്തിലുള്ള അണുബാധ, അതുപോലെ ഇൻഫെക്ഷനുകൾ, പിന്നെ പല വൈറസുകളുടെ ആക്രമണം, ഇതിനൊക്കെ ചെറുക്കാൻ സഹായിക്കുന്നു. റെസ്പിറേറ്ററി പ്രോബ്ലം ഇല്ലാതേക്കുന്നു. ശ്വസന വ്യവസ്ഥ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഹിമറോയിഡ്സ് അഥവാ രക്താർശസ്, ബ്ലഡ് പോകുന്ന പൈൽസ്, അത് കുറയ്ക്കാൻ സഹായിക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ആന്റി ഇൻഫ്ലാമേറ്ററി പ്രോപ്പർട്ടിയാണ്, ഇൻഫ്ലാമേഷൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. പിന്നെയുള്ള ചിക്കറി എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. ലിവർ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. വെയിറ്റ് മാനേജ്മെന്റിന് വളരെ നല്ലതാണ്. അതുപോലെ ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ കുടുക്കി അല്ലെങ്കിൽ ഖഡ്ഗരോഹിണി എന്ന് മലയാളത്തിൽ പറയും, ഖഡ്ഗരോഹിണി. ഇത് ലിവർ സപ്പോർട്ടീവ് ആണ്. അതുപോലെ മെറ്റാബോളിസം നോർമലാക്കാൻ സഹായിക്കുന്നു. ഹൃദയത്തിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. സ്ത്രീകളിലും പുരുഷന്മാരിലും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു, പ്രത്യുൽപാദന വ്യവസ്ഥയെ. പിന്നെ ഉള്ളത് ട്രൈബുലസ് ടെറാസ്ട്രിസ് എന്ന് പറയും, ഗോക്ഷുര എന്ന് സംസ്കൃതത്തിൽ പറയും, മലയാളത്തിൽ ഞെരിഞ്ഞിൽ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ്. ഞെരിഞ്ഞിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് കിഡ്നി ഡിസീസുകൾക്കാണ്. വൃക്ക സംബന്ധമായ രോഗങ്ങൾ, വൃക്കകത്ത് കല്ലുണ്ടാവുക, അതുപോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, ഒരു ഇൻഗ്രീഡിയന്റ്. ഞെരിഞ്ഞില് ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ മൂത്രക്കല്ലൊക്കെ ഒഴിവായി പോകുന്നു എന്നുള്ളത് നമുക്കറിയാലോ. അതുപോലെ യൂറിൻ ഒഴിഞ്ഞു പോകും, ഡയബറ്റിക് ഏജന്റ് ആണ്, നന്നായിട്ട് യൂറിൻ ഒഴിഞ്ഞു പോകും, നീര് ശരീരത്തിന് പോകും. അതുപോലെ വെയിറ്റ് മാനേജ്മെന്റ് ഒക്കെ വളരെ നല്ലതാണ്. സ്ത്രീകളുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്നുള്ളത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ, മൂത്രാശയ രോഗങ്ങൾ, മൂത്രത്തിലുണ്ടാകുന്ന അണുബാധ, മൂത്ര തടസ്സം, ഇതിനൊക്കെ തന്നെ ഞെരിഞ്ഞിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്.
പിന്നുള്ളത് തഴുതാമ. തവിഴാമ എന്ന് പറയും, തഴുതാമ എന്നും പറയും ഈ ഇൻഗ്രീഡിയന്റ്. ഇത് ഇതിനകത്ത് ചേരുന്നുണ്ട്. ഇത് ഡീടോക്സിഫിക്കേഷൻ, മാലിന്യ നിർമ്മാർജ്ജനം നടത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡൈജഷൻ പ്രോപ്പറാക്കാൻ, ദഹനം പ്രോപ്പറാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഹാർട്ടിന് വളരെ നല്ലതാണ്. ഡയബറ്റിക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. കിഡ്നി ഫങ്ഷൻ നോർമലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെയുള്ള കുറെ ഗുണങ്ങളുണ്ട്. നീര് ശരീരത്തിൽ നിന്ന് പോകാൻ, നീരുള്ള ആളുകൾ ശരീരത്തിൽ നിന്ന് നീര് പോകുന്നതിന് തഴുതാമ ഉപയോഗിക്കുന്നുണ്ട്. പിന്നുള്ളത് മണ്ടൂകപർണി എന്നറിയപ്പെടുന്ന സെന്റല്ല ഏഷ്യാറ്റിക്ക എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. കുടങ്ങൽ എന്ന് പറയും, മലയാളത്തിൽ കുടങ്ങൽ പറയും. ഇത് ലിവറിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മെൻസ്ട്രുവേഷൻ പീരീഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, മെൻസ്ട്രുവേഷൻ നോർമൽ ആകുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കും. അതുപോലെ മഞ്ഞപ്പിത്തം ഇല്ലാതാക്കാൻ സഹായിക്കും, ടോൺസിലൈറ്റിസ് ഇല്ലാതാക്കാൻ സഹായിക്കും, എനർജി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും, മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും, സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നു, ഫംഗൽ ഇൻഫെക്ഷനുകള് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു, സെക്ഷൽ ഡിസ്ഫങ്ഷൻ മാറ്റുന്നു, സെക്ഷൽ പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, ദഹനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പിന്നുള്ളത് ക്ലവ് ആണ്. ഗ്രാമ്പു എന്ന് പറയുന്ന, ഗ്രാമ്പുവിന്റെ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കാലം മുതലേ കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഗ്രാമ്പു ഉപയോഗിക്കുന്നുണ്ട്. ഓറൽ ഹെൽത്തിന് വളരെ നല്ലതാണ്, ആന്റി ഓക്സിഡന്റ് ആണ്, ഇൻഫ്ലാമേഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു, ഡൈജഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കുന്നു, ബോണിന്റെ ഹെൽത്തിന്, എല്ലിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ ബീജബന്ധ്, സിഡാകോഡിഫോളിയ എന്ന് പറയും, വെള്ളൂരം അഥവാ കുറുന്തോട്ടി എന്ന് പറയും, ഇതിനകത്തുണ്ട്. ആന്റിബയോട്ടിക് ആണ്, അനാൽജസിക് ആണ്, ആന്റി ആർത്രറ്റിക് ആണ്, ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ക്യാൻസർ ആണ്, ആന്റി ഫംഗൽ ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി സ്പാസ്മോഡിക് ആണ്, ഡയോറിറ്റിക് ആണ്, കൂളിംഗ് പ്രോപ്പർട്ടി ആണ്. അപ്പൊ വയറുവേദന പോലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ക്യാൻസർ ഒക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇൻഫ്ലാമേഷൻ വരാതിരിക്കാൻ വേണ്ടി, ആർത്രൈറ്റീസ് വരാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഓർഗാനിക് ജാഗരി, ശർക്കര ഇതിനകത്ത് ചേരുന്നുണ്ട്. ശർക്കര നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ സഹായിക്കുന്നു, മിനറൽസ് കൊടുക്കുന്നു, അയേൺ കൊടുക്കുന്നു, അതുപോലെ ഡൈജഷൻ പ്രോപ്പർ ആകുന്നു, നെർവ്സ് ബെനിഫിറ്റ് നമുക്ക് മോർപൗഡർ തരുന്നത്. 2 ഗ്രാമാണ് ഒരു ദിവസം മോർപൗഡർ നമ്മൾ കഴിക്കേണ്ടത്. 2 ഗ്രാം രാവിലെ വെറും വയറ്റിൽ കഴിക്കുക, 20 മിനിറ്റിന് ശേഷം വെള്ളം കുടിക്കുക. ഇത് ഒരുപാട് ഗുണങ്ങൾ, പ്രത്യേകിച്ച് പിന്നെ പുരുഷന്മാരിലാണെങ്കിൽ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. സ്ത്രീകളിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മോർപൗഡർ എന്ന് പറയുന്നത്. ഇത് ഇന്ന് ഇന്ത്യയിൽ നമ്മുടെ കമ്പനിയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടിയ പ്രോഡക്റ്റ് ആണ്. ഇതാണ് ഹ്രസ്വമായിട്ട് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കില് എന്റെ ഭാഗത്തുനിന്ന് എല്ലാ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു. ലെവലില് കുട്ടികൾക്ക് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 18 വയസ്സിന് ശേഷം ഉപയോഗിച്ചാൽ മതി. എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉള്ള അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് 1 ഗ്രാം കൊടുക്കാം. 12 വയസ്സുള്ള കുട്ടിക്ക് 1 ഗ്രാം കൊടുക്കാം. 12 വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ മോർപൗഡർ നിർദ്ദേശിക്കുന്നില്ല, മറിച്ച് അവർക്ക് നമ്മുടെ ബെറി, അൾട്രാ ബെറി കൊടുക്കാം 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. 12 വയസ്സിന് ശേഷം 18 വയസ്സ് വരെ 1 ഗ്രാം കൊടുക്കാം മോർപൗഡർ. 18 വയസ്സിന് ശേഷമുള്ള ആൾക്ക് 2 ഗ്രാം പെർ ഡേ കൊടുക്കാം. ഓക്കെ, താങ്ക് യു.